ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നീൽസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററും പിന്നെ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ചാപ്റ്ററുമാണ്. അതായത് രണ്ടും മൂന്നും ചാപ്റ്റേഴ്സ് ആണ്. 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളുടെ രണ്ടും മൂന്നും ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ടോപ്പിക്കിന്റെ പേരിൽ തന്നെ ഉണ്ട് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്നുള്ളത്. അതായത് ഈ ഫ്രഞ്ചുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ ആദ്യം എന്താ ഇവിടെ കച്ചവടത്തിന് വേണ്ടിയിട്ടായിരുന്നു വന്നിരുന്നത് നമ്മുടെ ഇന്ത്യയിൽ. എന്നിട്ട് എന്താ അവര് നമ്മൾക്ക് ഉണ്ടായിരുന്ന അധികാരം അവര് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതാണ് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് പോയത്. അപ്പോ ആദ്യമായിട്ട് നമുക്ക് ഈ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്നുള്ള ചാപ്റ്ററിലേക്ക് കിടക്കുമ്പോൾ കുരുമുളക് നിന്ന് തുടങ്ങാം. കുരുമുളക് നമ്മുടെ പറമ്പിലും തൊടിയിലും ഒക്കെ കാണുന്ന കുരുമുളക് വില കുറച്ചാണ് ഇപ്പൊ കാണുന്നതെങ്കിൽ പണ്ട് കാലത്ത് അത് കറുത്ത പൊന്ന് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കാരണം കുരുമുളക് വിറ്റിട്ടാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഡച്ചുകാരും ഫ്രഞ്ചുകാരും പിന്നെ ബ്രിട്ടീഷുകാരും ഒക്കെ ഇവിടുന്ന് എന്തുണ്ടാക്കിയത്, വരുമാനം ഉണ്ടാക്കിയത്, മീൻസ് സമ്പത്ത് ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ കറുത്ത പൊന്ന് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? കുരുമുളകിനെയാണ്. കറുത്ത പൊന്ന് ഏതാണ്? കുരുമുളക്. ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് യൂറോപ്പിൽ ഉപയോഗിച്ചിരുന്ന സുഗന്ധ വിളയാണെന്ത്? കുരുമുളക് എന്ന് പറയുന്നത്. ഇറച്ചി അതായത് മാംസം, അത് ഏതിന്റെ ആയിക്കോട്ടെ, അത് ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് യൂറോപ്പിൽ ഉപയോഗിച്ചിരുന്ന സുഗന്ധ വിളയാണ് കുരുമുളക് എന്ന് പറയാം. അപ്പൊ കുരുമുളകിന്റെ വിശേഷണം എന്താണ്? പ്രധാനപ്പെട്ടായിട്ടും ശ്രദ്ധിക്കേണ്ടത് കുരുമുളക് എന്ന് പറയുന്നത് എന്താണ്? കറുത്ത പൊന്ന്. കറുത്ത പൊന്ന് എന്ന് പറയുന്നത് കുരുമുളകിനെയാണ്. ഇനി നമുക്ക് അടുത്തത് യൂറോപ്യന്മാരുടെ ആഗമനം. അവരെങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് പഠിക്കാം. യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുമ്പോൾ തുർക്കികള് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ അല്ലെ? തുർക്കികള് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടം തടസ്സപ്പെടാൻ കാരണമാകുകയാണ് ചെയ്തത്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയപ്പോൾ എന്താണ്? ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടം തടസ്സപ്പെട്ടു. ഇതേ തുടർന്ന് ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു വാണിജ്യ പാത കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചു. അപ്പൊ അതുകൊണ്ട് കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കീഴടക്കിയതോടെ ഏഷ്യക്കാർക്കും യൂറോപ്യന്മാർക്കും ഒന്നും ഇങ്ങോട്ടേക്ക് കച്ചവടത്തിനായിട്ട് വരാൻ സാധിക്കാതെ വരികയുണ്ടായി. അപ്പോ കടൽ മാർഗം ഒരു വാണിജ്യ പാത കണ്ടെത്താനുള്ള ശ്രമം അവരാരംഭിക്കുകയുണ്ടായി. സമുദ്രത്തിലൂടെ ഒരു വാണിജ്യ പാത കണ്ടെത്തിയതോടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും, ആരൊക്കെയാണ്? പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി എവിടെ എത്തി? നമ്മുടെ ഇന്ത്യയിലെത്തി. അപ്പൊ സമുദ്രത്തിലൂടെ ഇവരെന്താ ഒരു വാണിജ്യപാത കണ്ടെത്തി. എന്നിട്ട് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ കച്ചവടത്തിനായിട്ട് നമ്മുടെ ഇവിടെ ഇന്ത്യയിലേക്ക് വരികയുണ്ടായി. ഇനി നമുക്ക് അതാണ് ഫസ്റ്റ് യൂറോപ്യന്മാർ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്നുള്ളതിന്റെ ഒരു വിശേഷണമാണ് കേട്ടോ അത്. അപ്പോ എന്താണ് കുരുമുളക്? കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്താണ്? കുരുമുളക്. ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് യൂറോപ്പിൽ ഉപയോഗിച്ചിരുന്ന സുഗന്ധ വിളയാണെന്ത്? കുരുമുളക്. യൂറോപ്യന്മാരുടെ ആഗമനം. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടം തടസ്സപ്പെടാൻ കാരണമായി. ഇതേ തുടർന്ന് ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു വാണിജ്യ പാത കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചു. സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത കണ്ടെത്തിയതോടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലെത്തി. ഇതാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി പോർച്ചുഗീസുകാരെ പറ്റിയിട്ടാണ് നമുക്ക് പറയാനുള്ളത്. പോർച്ചുഗലിൽ നിന്ന് കച്ചവടത്തിനായി 3 കപ്പലുകളിലായി എത്തിയ നാവികനായിരുന്നു ആര്? വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമയും സംഘവും കോഴിക്കോട് കാപ്പാട് തീരത്ത് 1498 മെയ് മാസത്തിലാണ് ഇറങ്ങിയത്. എവിടെയാണ്? അപ്പൊ ഈ ചില സിനിമകളിലാണെങ്കിലും നമ്മള് കളിയാക്കി പറയുമല്ലോ, എന്താണ് വാസ്കോഡ ഗാമ കാല് കുത്തിയത് കോഴിക്കോട് കാപ്പാടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പോർച്ചുഗീസിൽ നിന്ന് കച്ചവടത്തിനായി 3 കപ്പലുകളിലായി എത്തിയ വാസ്കോഡ ഗാമയും സംഘവും കോഴിക്കോട് കാപ്പാട് തീരത്ത് എത്തിയത് എന്നാണ്?
1498 അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടായെങ്കിൽ 1498 മെയ്ന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് 1498 മതി അല്ലേ? അതല്ലേ കുറച്ചുകൂടെ എളുപ്പം. അപ്പൊ 1498 മെയ്നാണ് ആരിവിടെ എത്തിയത്? വാസ്കോഡ ഗാമയും സംഘവും കോഴിക്കോട് കാപ്പാട് ഇറങ്ങിയത്. വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിയ കാലയളവിൽ കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി ആയിരുന്നു കേട്ടോ. വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിയ കാലയളവിൽ ആരായിരുന്നു കോഴിക്കോട് ഭരിച്ചിരുന്നത്? സാമൂതിരി. സാമൂതിരി കച്ചവട സൗകര്യങ്ങള് വാസ്കോഡ ഗാമയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതായത് എന്താണ്, സാമൂതിരി നിഷേധിച്ചു. കച്ചവട സൗകര്യങ്ങൾ ചോദിച്ചപ്പോൾ സാമൂതിരി കൊടുത്തില്ല. അപ്പൊ അതേ തുടർന്ന് വാസ്കോഡ ഗാമ കച്ചവടത്തിനായിട്ട് കണ്ണൂരിലേക്ക് പോവുകയാണ് ചെയ്തത്. സാമൂതിരി കച്ചവട സൗകര്യങ്ങൾ നൽകാത്തതിനാൽ വാസ്കോഡ ഗാമ കച്ചവടത്തിനെത്തിയ സ്ഥലമായിരുന്നു എന്ത്? കണ്ണൂർ. കോഴിക്കോട് ഇറങ്ങിയെങ്കിലും അവിടെ സാമൂതിരിയെ കണ്ട് കച്ചവട സൗകര്യങ്ങൾ ചോദിച്ചപ്പോൾ സാമൂതിരി കൊടുക്കാത്തതിനാൽ വാസ്കോഡ ഗാമ എങ്ങോട്ട് പോയി? കണ്ണൂരിലേക്ക് പോയി. വാസ്കോഡ ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്ക വഴി ലഭിച്ചത്. അപ്പൊ വാസ്കോഡ ഗാമയുടെ യാത്ര, അതായത് ഇവര് കടൽ മാർഗം ഒരു വാണിജ്യപാത കണ്ടെത്താൻ വേണ്ടിയിട്ട് പുറപ്പെട്ടതാണല്ലോ. അങ്ങനെ കണ്ടെത്തി നമ്മുടെ ഇവിടെ കേരളത്തിലാണ് എത്തപ്പെട്ടത്. അങ്ങനെ കേരളത്തിൽ എത്തപ്പെട്ടപ്പോ ഇവർക്ക് യാത്ര എന്തായാലും ഏതൊരു സമയത്താണെങ്കിലും യാത്ര ചെയ്യുന്നതിന് ചെലവുണ്ട്. അപ്പൊ ആ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളമാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവർ കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്. 60 ഇരട്ടിയോളം ലാഭം ഉണ്ടാക്കിയിട്ടാണ് പോയത്, നമ്മുടെ ഇവിടെയുള്ള പല സാധനങ്ങളും വിറ്റഴിക്കുക വഴി. വാസ്കോഡ ഗാമയെ തുടർന്ന് ഇന്ത്യയിൽ വാണിജ്യത്തിനെത്തിയ മറ്റു പോർച്ചുഗീസുകാരായിരുന്നു അൽമേഡ, അൽബൂക്കർക്ക്. ഇവര് രണ്ടുപേരും കേട്ടോ. വാസ്കോഡ ഗാമയെ തുടർന്ന് ഇന്ത്യയിൽ വാണിജ്യത്തിനെത്തിയ മറ്റു പോർച്ചുഗീസുകാരാണ് അൽമേഡ, അൽബൂക്കർക്ക് എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ. നമ്മൾ പോർച്ചുഗീസുകാർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വാസ്കോഡ ഗാമ തന്നെയാണ്. പക്ഷെ ഈ വാസ്കോഡ ഗാമയെ തുടർന്ന് എന്താണ് എത്തിയ വേറെ രണ്ട് പേരുണ്ട്. ഇവരുടെ പേരുകൾ അധികം ഓർത്തു വെക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ മിക്കപ്പോഴും ഓപ്ഷൻസിൽ കടന്നു വരലും ഉണ്ട്. ആരാണ്? അൽമേഡ, അൽബൂക്കർക്ക്. ഇവര് രണ്ടുപേരും കേട്ടോ. അൽമേഡ, അൽബൂക്കർക്ക് എന്നിവരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നറിയോ? ഗോവയും ദമാനും ദിയു ഒക്കെ ആയിരുന്നു. ഏതായിരുന്നു? എന്താണ്, അൽമേഡ, അൽബൂക്കർക്ക് എന്നിവരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു ഗോവ, ദമാൻ, ദിയു. ഇത് മൂന്നും. തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. എവിടെ? തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട അത് നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചതും പോർച്ചുഗീസുകാരാണ്. അപ്പൊ ഇവരെന്താ, രണ്ട് കോട്ടകൾ ഇവിടെ നിർമ്മിക്കുകയുണ്ടായി. ഒന്ന് തൃശ്ശൂരും ഒന്ന് കണ്ണൂരിലുമായിട്ട്. തൃശ്ശൂരിൽ നിർമ്മിച്ച കോട്ട ഏതാണ്? കോട്ടപ്പുറം കോട്ട. കണ്ണൂരിൽ നിർമ്മിച്ചതോ സെന്റ് ആഞ്ചലോ കോട്ട. ഈ കോട്ടപ്പുറം കോട്ട എന്ന് കേൾക്കുന്ന സമയത്ത് കോട്ടപ്പുറത്താണ് കോട്ടയത്താണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമ്മളിലൂടെ എടുക്കില്ലേ? എന്നാൽ കോട്ടയത്തല്ല കേട്ടോ, തൃശ്ശൂരിലാണ് പോർച്ചുഗീസുകാര് കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത്. അതേപോലെ കണ്ണൂരിൽ നിർമ്മിച്ചത് ഏത് കോട്ടയാണ്? സെന്റ് ആഞ്ചലോ കോട്ട. പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്നത് പറങ്കികൾ എന്ന പേരിലാണ് കേട്ടോ. പറങ്കിപ്പട എന്നൊക്കെയായിരുന്നു അവരെ പറയുന്നത്. പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്നത് എന്താണ്? പറങ്കികൾ എന്നാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന കാർഷിക വിളകളാണ് പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില എന്നീ 6 ഉൽപ്പന്നങ്ങൾ. അപ്പൊ ഈ 6 എണ്ണവും ആരുടെയാണ്? പോർച്ചുഗീസുകാർ ഇവിടെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച സാധനങ്ങളാണ്. ഏതൊക്കെ? പൈനാപ്പിള്, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില, ഇവയെല്ലാം. ഇനി എനിക്ക് തോന്നുന്ന ഈ കശുവണ്ടിക്ക് നമ്മൾ പറങ്കിയണ്ടി എന്ന് പറയാറുണ്ടല്ലോ അല്ലെ, പറങ്കിപ്പഴം എന്നൊക്കെ പറയില്ലേ? അതുകൊണ്ടായിരിക്കും പോർച്ചുഗീസുകാരെ പറങ്കികൾ എന്ന് വിളിച്ചിരുന്നത് കേട്ടോ. അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചതും പോർച്ചുഗീസുകാരാണ് കേട്ടോ. അപ്പൊ ഇവിടെ അച്ചടി യന്ത്രം കൊണ്ടുവന്നതും ആരാണ്? പോർച്ചുഗീസുകാരാണ്. പിന്നെ അതേപോലെ തന്നെ വേറൊരു കലാരൂപം അവരിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏതാണെന്നറിയാം? ചവിട്ടുനാടകം. ചവിട്ടുനാടകം നമ്മുടെ അല്ല, അത് പോർച്ചുഗീസുകാരുടെയാണ്. ചവിട്ടുനാടകം എന്ന കലാരൂപം കേരളത്തിൽ പ്രചരിപ്പിച്ചതും പോർച്ചുഗീസുകാരാണ്. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരയ്ക്കാന്മാരായിരുന്നു കേട്ടോ. എങ്ങനെ? മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? കുഞ്ഞാലി മരയ്ക്കാന്മാരായിരുന്നു. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ ആരായിരുന്നു? കുഞ്ഞാലി മരയ്ക്കാന്മാരായിരുന്നു. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാര് കുഞ്ഞാലി മരയ്ക്കാന്മാരായിരുന്നു.
അപ്പൊ എന്താണ് ഇപ്പൊ നമ്മൾ പോർച്ചുഗീസുകാരെ പറ്റി പറഞ്ഞത്? പോർച്ചുഗീസിൽ നിന്ന് കച്ചവടത്തിനായി 3 കപ്പലുകളിലായി എത്തിയ വാസ്കോഡ ഗാമയും സംഘവും കോഴിക്കോട് കാപ്പാട് തീരത്ത് എത്തിയത് എന്നാണ്? 1498 മെയ് മാസത്തിലാണ്. വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിയ കാലയളവിൽ കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിയായിരുന്നു. സാമൂതിരി കച്ചവട സൗകര്യങ്ങൾ നൽകാത്തതിനാൽ വാസ്കോഡ ഗാമ കച്ചവടത്തിനായി എത്തിയ സ്ഥലം ഏതാണ്? കണ്ണൂര്. വാസ്കോഡ ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്ക വഴി ലഭിച്ചത്. വാസ്കോഡ ഗാമയെ തുടർന്ന് ഇന്ത്യയിൽ വാണിജ്യത്തിനെത്തിയ പോർച്ചുഗീസുകാർ ആരാണ്? അൽമേഡ, അൽബൂക്കർക്ക് എന്ന് പറഞ്ഞ 2 പോർച്ചുഗീസുകാരാണ്. അൽമേഡ അൽമേഡ എന്നുള്ളത് കേട്ടോ, ഇത് ഡായ് ആണ്, സോറി സായ ആയി പോയതാണ്, ഡായ് ആണ് കേട്ടോ. അൽമേഡ എക്സ്ക്യൂസ് മീ ഡായ് ആണ് കേട്ടോ. അൽമേഡ, അൽബൂക്കർക്ക് എന്നിവരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു എന്ത്? ഗോവയും ദമാനും ദിയും. ഗോവയും ദമാനും ദിയും. അപ്പോ അൽമേഡ, അൽബൂക്കർക്ക് എന്നിവരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതാണ്? ഗോവ, ദമാൻ, ദിയു. ഓക്കെ അല്ലേ? ഞാൻ അത് ഇറേസ് ചെയ്യാണേ. ഇനി തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചതും കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചതും അതേപോലെ അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം കേരളത്തിൽ പ്രചരിപ്പിച്ചതും ഒക്കെ ആരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്നത് പറങ്കികൾ എന്നായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന കാർഷിക വിളകൾ അതേതൊക്കെയാണ്? പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില, ഇവയൊക്കെ. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തതും സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരും ആരായിരുന്നു? കുഞ്ഞാലി മരക്കാന്മാരായിരുന്നു. ഇത്രയും ഫാക്ട്സ് ആണ് ആരെ പറ്റിയിട്ടുള്ളത്? പോർച്ചുഗീസുകാരെ പറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് ഡച്ചുകാരെ പറ്റിയിട്ട് പഠിക്കാം. പോർച്ചുഗീസുകാരുടെ കടമ കഴിഞ്ഞു. ഇനി നമുക്ക് ആരെ പറ്റിയിട്ട് നോക്കണം? ഡച്ചുകാരെ പറ്റിയിട്ട് നോക്കണം. ഡച്ചുകാർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കച്ചവടത്തിനായി യൂറോപ്പിൽ നിന്നും ഇന്ത്യയിൽ എത്തിയതായിരുന്നു ആര്? ഡച്ചുകാര്. ഇവരും കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത്, ഡച്ചുകാർ. ലന്താക്കാർ എന്നാണ് ഇവരെ അറിയപ്പെട്ടിരുന്നത് കേട്ടോ, ഡച്ചുകാരെ. പോർച്ചുഗീസുകാർ പറങ്കികൾ എന്നായിരുന്നെങ്കിൽ ഡച്ചുകാര് ലന്താക്കാർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊച്ചിയും കൊല്ലവും ആയിരുന്നു. അവര് ഏറ്റവും കൂടുതൽ വാണിജ്യപരമായിട്ടുള്ള കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയത് എവിടെയാണ്? കൊച്ചിയിലും കൊല്ലത്തും ആയിട്ടായിരുന്നു. അപ്പോ ഡച്ചുകാർ എന്താണ്? കച്ചവടത്തിനായി യൂറോപ്പിൽ നിന്നും ഇന്ത്യയിൽ എത്തിയതായിരുന്നു ഡച്ചുകാർ. ലന്താക്കാർ എന്നറിയപ്പെടുന്നു. പിന്നെ ലന്താക്കാർ എന്നറിയപ്പെടുന്നു. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു കൊച്ചിയും കൊല്ലവും. ഇനി നമുക്കൊരു പുസ്തകത്തിന്റെ കാര്യമാണ് പറയാനുള്ളത് കേട്ടോ. പുസ്തകത്തിന്റെ പേരെന്താന്ന് വെച്ചാൽ ഹെർത്തൂസ് മലബാറിക്സ് എന്നാണ്. എന്താണ്? ഹെർത്തൂസ് മലബാറിക്സ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ഹെർത്തൂസ് മലബാറിക്സ് എന്ന് പറയുന്നത്. എങ്ങനെ? നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ, നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന പുസ്തകമാണ് ഹെർത്തൂസ് മലബാറിക്സ് എന്ന് പറയുന്നത്. ഈ ഹെർത്തൂസ് മലബാറിക്സ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈ എടുത്തത് ഒരു ഡച്ച് ഗവർണർ ആയിരുന്നു. ആരായിരുന്നു എന്നറിയത്? വാൻഡ്രിഡ് എന്ന് പറയുന്ന ഒരു ഡച്ച് ഗവർണർ ആയിരുന്നു ഹെർത്തൂസ് മലബാറിക്സ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈ എടുത്തത്. പിന്നെ ഹെർത്തൂസ് മലബാറിക്സ് തയ്യാറാക്കാൻ ഡച്ചുകാരെ സഹായിച്ച ഒരു മലയാളി വൈദ്യരുണ്ട്. അത് ആരാന്നറിയോ? ഇട്ടി അച്യുതനാണ്. ഈ ഇട്ടി അച്യുതൻ എന്ന് പറയുന്ന മലയാളി വൈദ്യരാണ് ഹെർത്തൂസ് മലബാറിക്സ് എന്ന് പറയുന്ന പുസ്തകം തയ്യാറാക്കാൻ ഡച്ചുകാരെ സഹായിച്ചത്. അപ്പോ ഹെർത്തൂസ് മലബാറിക്സിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന പുസ്തകമാണ് എന്ത്? ഹെർത്തൂസ് മലബാറിക്സ്. ഹെർത്തൂസ് മലബാറിക്സ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈ എടുത്ത ഡച്ച് ഗവർണർ ആരായിരുന്നു? വാൻഡ്രിഡ്. ഹെർത്തൂസ് മലബാറിക്സ് തയ്യാറാക്കാൻ ഡച്ചുകാരെ സഹായിച്ച മലയാളി വൈദ്യർ ആരായിരുന്നു? ഇട്ടി അച്യുതൻ. ഇനി അടുത്തതായിട്ട് നമുക്ക് കുളച്ചൽ യുദ്ധത്തിനെ പറ്റിയിട്ട്
പഠിക്കാം. കുളച്ചിൽ യുദ്ധം നടന്ന വർഷം ഏതാണെന്നറിയോ? നമ്മൾ കുറേ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ PSC പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ കുളച്ചിൽ യുദ്ധത്തിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും, കേൾക്കാതിരുന്നിട്ടില്ല. പക്ഷെ നടന്ന വർഷം നമ്മൾ ഓർത്തു വെക്കേണ്ടത് നിർബന്ധമല്ലേ? 1741. വേണമെങ്കിൽ 1741 എന്ന് പഠിച്ചാലും മതി, അതല്ലേ കുറച്ചും കൂടി സിമ്പിൾ. അപ്പോ 1741 കുളച്ചിൽ യുദ്ധം നടന്നത്. എന്നാണ് കുളച്ചിൽ യുദ്ധം നടന്നത്? 1741. കുളച്ചിൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു എന്നറിയോ? തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു കുളച്ചിൽ യുദ്ധം നടന്നത്. കുളച്ചിൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? തിരുവിതാംകൂറിലെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു നടന്നത്. കുളച്ചിൽ യുദ്ധത്തിന്റെ കാരണം കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളായിരുന്നു കേട്ടോ. അതായത് ഡച്ചുകാരും തിരുവിതാംകൂർ രാജാവായിട്ടുള്ള മാർത്താണ്ഡവർമ്മയും തമ്മിലുള്ള കച്ചവട സംബന്ധമായിട്ടുള്ള തർക്കങ്ങളായിരുന്നു കുളച്ചിൽ യുദ്ധത്തിലേക്ക് നയിച്ചത്. ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടപ്പെടാൻ കാരണമായ യുദ്ധവും ഈ കുളച്ചിൽ യുദ്ധമാണ് കേട്ടോ. അപ്പം ഈ കുളച്ചിൽ യുദ്ധത്തോട് കൂടിയിട്ട് ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പോ കുളച്ചിൽ യുദ്ധം നടന്നത് 1741. കുളച്ചിൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? തിരുവിതാംകൂറിലെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. കുളച്ചിൽ യുദ്ധത്തിന്റെ കാരണം എന്താണ്? കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളായിരുന്നു. ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടപ്പെടാൻ ഇടയാക്കിയ യുദ്ധമാണെന്ത്? ഈ കുളച്ചിൽ യുദ്ധം എന്ന് പറയുന്നത്. ഇത്രയാണ് കുളച്ചിൽ യുദ്ധത്തെ പറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ പോർച്ചുഗീസുകാരെ പറ്റി പഠിച്ചു, ഡച്ചുകാരെ പറ്റിയിട്ട് പഠിച്ചു. ഇനി നമുക്ക് ഫ്രഞ്ചുകാരെ കുറിച്ച് പഠിക്കണ്ടേ? അതായത് ആരൊക്കെ ഇവിടെ വന്നു പോയവര്? ഡച്ചുകാര്, ഫ്രഞ്ചുകാര്, പോർച്ചുഗീസുകാര്, ബ്രിട്ടീഷുകാര്, ഇവരൊക്കെ അല്ലേ. ഇനിയിപ്പോ അടുത്ത നമുക്ക് ഫ്രഞ്ചുകാരെ പറ്റി പഠിക്കണം. എക്സ്ക്യൂസ് മീ. അപ്പോ ഫ്രഞ്ചുകാരെന്ന് പറയുമ്പോളേ, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷമാണ് 1664. അതായത് 1664 ഇന്ത്യയിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ഏത് വർഷത്തിലാണ്? 1664. ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നറിയോ? പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. ഇത് മൂന്നുമായിരുന്നു ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. ഏതൊക്കെ? പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. ഇതില് ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമായിരുന്നു പോണ്ടിച്ചേരി എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ മെയിൻ ആസ്ഥാനം ഏതാണ്? പോണ്ടിച്ചേരി ആയിരുന്നു. അപ്പോ ഫ്രഞ്ചുകാരെ പറ്റിയ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം എന്നാണ്? 1664. ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. ഇന്ത്യയെ ഇനി നമുക്ക് കർണാട്ടിക് യുദ്ധങ്ങളെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. എന്താണ് കർണാട്ടിക് യുദ്ധങ്ങൾ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നൊക്കെ. പക്ഷെ എന്താണ് കർണാട്ടിക് യുദ്ധം എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിരുന്നോ? ഇപ്പൊ നമ്മൾ കൃത്യമായിട്ട് പഠിക്കൂ കേട്ടോ. എന്താണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നുള്ളത്? കച്ചവട ആധിപത്യത്തിന് വേണ്ടി ഇംഗ്ലീഷുകാരും, ശ്രദ്ധിക്കണം, കച്ചവട ആധിപത്യത്തിന് വേണ്ടി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണെന്ത്? ഈ കർണാട്ടിക് യുദ്ധങ്ങൾ. അതായത് കച്ചവടത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ്. ഒരു യുദ്ധമല്ല, ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് യുദ്ധങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളാണ്. അതുകൊണ്ടാണ് അവർ തമ്മിൽ നടന്ന യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നതിന്റെ കാരണമാണിത്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളാണ്. അതുകൊണ്ടാണ് അവർ തമ്മിൽ നടന്ന യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത്. കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാര് പരാജയപ്പെടുകയാണ് ചെയ്തത്. ആരുമായിട്ട്? ഇംഗ്ലീഷുകാരുമായിട്ട് ഫ്രഞ്ചുകാര് പരാജയപ്പെട്ടു. അപ്പോ കർണാട്ടിക് യുദ്ധങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ്? കച്ചവട ആധിപത്യത്തിന് വേണ്ടി ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അവർ തമ്മിൽ നടന്ന യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത്. കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാര് പരാജയപ്പെടുകയാണ് ചെയ്തത്.
അടുത്ത നമുക്ക് ഇംഗ്ലീഷുകാര്, നമ്മുടെ ബ്രിട്ടീഷുകാര്, അവരെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം. ഇംഗ്ലീഷുകാരെ പറ്റിയിട്ട് എന്തൊക്കെയാണ്? ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം എന്നാണ്? 1600-ലാണ്. എന്നാണ്? 1600-ല്. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷമാണ് 1600. അതായത് എന്താണ്, നമ്മളുമായിട്ട് കച്ചവടം നടത്താൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് എന്താണ്, അവര് ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുകയുണ്ടായി. കാരണം ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രമായിരുന്നു സൂറത്ത്. ഈ സൂറത്ത് എവിടെയായിരുന്നു എന്നറിയോ? ഗുജറാത്തിലാണ് കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രമാണ് ഗുജറാത്തിലെ സൂറത്ത്. പിന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച മറ്റു സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതിവിടെയൊക്കെയാണ് മദ്രാസ്. മദ്രാസ് എന്ന് പറയുന്നത് നമ്മുടെ ചെന്നൈ കേട്ടോ. പിന്നെ കൽക്കത്ത, ഇപ്പത്തെ നമ്മുടെ കൊൽക്കത്ത. പിന്നെ ബോംബെ, ഇപ്പത്തെ നമ്മുടെ മുംബൈ. അപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച മറ്റു സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? മദ്രാസ്, കൽക്കത്ത, ബോംബെ. എന്താണ് ഇപ്പൊ ഇതൊക്കെ അറിയപ്പെടുന്നത് ചെന്നൈ, കൊൽക്കത്ത, മുംബൈ എന്നൊക്കെയാണ് കേട്ടോ. അന്നത്തെ ഫാക്ട്സ് വെച്ചിട്ടാണ് മദ്രാസ്, കൽക്കത്ത, ബോംബെ എന്ന് പറയുന്നത്. ഇനി വാണിജ്യാധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയിച്ചത് ആരായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു. ഈ വാണിജ്യാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള എന്താണ് മത്സരത്തില് ബാക്കിയുള്ള എന്താണ് യൂറോപ്യന്മാരുമായിട്ടുള്ള മത്സരത്തിൽ വിജയിച്ചത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി അധികാരം നേടിയ സ്ഥലം ബംഗാളാണ് കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി അധികാരം നേടിയ സ്ഥലം ഏതാണ്? ബംഗാളാണ്. നമുക്ക് ഇംഗ്ലീഷുകാരെ പറ്റി പഠിക്കാം. എന്താണ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷമാണ് 1600. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഏതാണ്? ഗുജറാത്തിലെ സൂറത്ത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച മറ്റു സ്ഥലങ്ങൾ ഏതാണ്? മദ്രാസ്, കൽക്കത്ത, ബോംബെ. വാണിജ്യാധിപത്യത്തിനു വേണ്ടിയുള്ള മത്സരത്തിൽ വിജയിച്ചത് ആരാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇനി അടുത്തത് പിന്നെ ഒരു പോയിന്റും കൂടി ഉണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി അധികാരം നേടിയ സ്ഥലവും ഏതാണ്? ബംഗാൾ. ബംഗാളിലാണ് ആദ്യമായിട്ട് അധികാരം നേടിയത്. എക്സ്ക്യൂസ് മീ. ഇനിയും നമുക്ക് പ്ലാസി യുദ്ധത്തെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. പ്ലാസി യുദ്ധം നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂലേ? പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധത്തിന്റെ വർഷം ഒരു ഫാൻസി നമ്പർ ആണ് അല്ലെ? 1757. അതായത് 2 ഏഴുകൾക്കിടയിൽ ഒരു 5 കിടക്കുന്നുണ്ട്. പ്ലാസി യുദ്ധം കണ്ടില്ലേ? പ്ലാസി യുദ്ധം 1757. നിങ്ങൾ പ്ലാസി യുദ്ധത്തിന്റെ ചരിത്രം അറിയോ? എങ്ങനെയാണ് ഈ പ്ലാസി യുദ്ധം നടന്നത്? അതിന്റെ പിന്നിലുള്ള കഥ എന്താണെന്ന് അറിയോ? അതറിഞ്ഞിരുന്നാല് നമുക്കിത് സുഖമായിട്ട് മനസ്സിൽ പതിപ്പിക്കാൻ പറ്റൂ കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ബംഗാളിലെ നവാബായിരുന്നു ആര്? സിറാജുദ്ദൗള. 15 വയസ്സുകാരനായ സിറാജുദ്ദൗളയായിരുന്നു ബംഗാളിലെ നവാബ്. നിങ്ങൾ 15 വയസ്സുകാരൻ എന്ന് പറയുമ്പോൾ എന്താണ്, ആളെ ചെറുതാക്കി കാണുമൊന്നും വേണ്ട. ആള് നല്ല വീരശൂര പരാക്രമിയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ 15 വയസ്സുള്ള ഒരു ചെക്കനെ പിടിച്ച് അങ്ങനെ ഒരു നാടിന്റെ ഭരണമൊന്നും ഏൽപ്പിക്കൂലല്ലോ. അത്രയ്ക്ക് മിടുക്കനായിരുന്നു ആര്? ഈ സിറാജുദ്ദൗള എന്ന് പറയുന്ന നവാബ്, ബംഗാളിലെ നവാബ്. ഈ എന്താണ് സിറാജുദ്ദൗളയെ ഒരു ദിവസം ബ്രിട്ടീഷുകാർ ചെന്ന് കാണുകയും അദ്ദേഹത്തിന്റെ എന്താണ് എവിടുത്തെ ഏതായിരുന്നു ആ സ്ഥലം? കൽക്കട്ട. കൊൽക്കത്തയിലെ, അതായത് അദ്ദേഹത്തിന്റെ കൊൽക്കത്തയിലെ ഗോഡൌണിൽ ഇവരുടെ കുറച്ച് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാളത്തേക്ക് കൊടുക്കുമെന്ന് ചോദിക്കുകയും ചെയ്തു. അതായത് ബ്രിട്ടീഷുകാർ വന്നിട്ട് ഈ സിറാജുദ്ദൗളയോട് ചോദിച്ചു, കുറച്ചു നാളത്തേക്ക് അങ്ങയുടെ കൽക്കത്തയിലെ ഗോഡൌൺ ഞങ്ങൾക്ക് വിട്ടുതരോ, ഞങ്ങളുടെ ചില സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോ സിറാജുദ്ദൗള അതിന് അനുവാദം കൊടുത്തു. അങ്ങനെ ഇവര് വലിയ വലിയ പെട്ടികളിലും ചാക്കുകളിലുമായിട്ടൊക്കെ എന്തൊക്കെയോ കൊണ്ടിറക്കുന്നത് ഈ സിറാജുദ്ദൗളയുടെ ശ്രദ്ധയിൽ പെട്ടു. അപ്പൊ സിറാജുദ്ദൗള രഹസ്യമായിട്ട് ചെന്ന് നോക്കി ഇവരെന്താണ് ഈ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ സിറാജുദ്ദൗള അവിടെ കണ്ട കാഴ്ച,
കുറെ തോക്കുകളും ബോംബുകളും അങ്ങനത്തെ പലതരം ആയുധ സാമഗ്രികളും ഇവര് കൊണ്ടുപോയിട്ട് ഈ സിറാജുദ്ദൗളയുടെ ഗോഡൌണിൽ വെക്കുന്നതാണ് കാണാനിടയായത്. ഇത് കണ്ട സിറാജുദ്ദൗളയ്ക്ക് ദേഷ്യം വരികയാണ്. കാരണം നമ്മുടെ നാടിനെ നശിപ്പിക്കാനാണ് അവരത് ഇറക്കുന്നത്, അല്ലാതെ വേറൊന്നിനുമല്ല. അപ്പൊ ഇവരിത് ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ സിറാജുദ്ദൗള പുറത്ത് ചെന്നിട്ട്, അതായത് ഗോഡൌണിന്റെ പുറത്ത് നിന്ന് ആ ഗോഡൌൺ അങ്ങോട്ട് പൂട്ടി. ഗോഡൌൺ പൂട്ടിയപ്പോ എന്താ സംഭവിച്ചത്? ആ ഗോഡൌണിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈനികർ ശ്വാസം കിട്ടാതെ വെടഞ്ഞു മരിക്കുകയുണ്ടായി. അതിനെ ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ഈ പ്ലാസി യുദ്ധത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം ഈ ബ്ലാക്ക് ഹോൾ ട്രാജഡിയാണ്. അതായത് ഇരുട്ടറ ദുരന്തം എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഇരുട്ടറ ദുരന്തം ഉണ്ടായത് 1756 അതായത് പ്ലാസി യുദ്ധം നടക്കുന്നതിന് 1 വർഷം മുന്നേ ആണ് കൽക്കട്ടയിലാണ് ഇരുട്ടറ ദുരന്തം ഉണ്ടായത്. ഈ ഇരുട്ടറ ദുരന്തമാണ് ഈ പ്ലാസി യുദ്ധത്തിലേക്ക് നയിക്കുകയുണ്ടായത്. അപ്പൊ എങ്ങനെയാണ് പ്ലാസി യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് എന്നുള്ളത് ഏകദേശം പിടികിട്ടിയല്ലോ. ഇനി ഇതും കൊണ്ട് കഴിഞ്ഞില്ല. അപ്പോ ഈ പ്ലാസി യുദ്ധം നടക്കുമ്പോൾ ഇവരുടെ അതായത് ബ്രിട്ടീഷുകാരുടെ ഗവർണർ റോബർട്ട് ക്ലേവ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു. അതായത് ബ്രിട്ടീഷുകാരുടെ ഗവർണർ ആരായിരുന്നു? റോബർട്ട് ക്ലേവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ റോബർട്ട് ക്ലേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണറാണ്. പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നൊക്കെയാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. നവാബ് മേക്കർ എന്നുള്ള ഒരു വിശേഷണം കൂടെ അദ്ദേഹത്തിനുണ്ട്. അതങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഈ നവാബ് മേക്കർ, നവാബുമാരുടെ സൃഷ്ടകർത്താവ് എന്നൊക്കെയുള്ള ഒരു വിശേഷണം അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അതിന്റെ പിന്നിലൊരു കഥയുണ്ട്. ഇനി സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. പിന്നെ ബംഗാളിലെ ദുർഭരണം കൊണ്ടുവന്ന വ്യക്തിയാണ്. ആത്മഹത്യ ചെയ്ത ഗവർണറാണ്. ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. ആരെങ്കിലും ഒന്നാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു വാചകം ഉണ്ട് കേട്ടോ. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരൂ, ഞാൻ ഭാരതം പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞത് ആരായിരുന്നു എന്നറിയാം? റോബർട്ട് ക്ലേവ് ആയിരുന്നു. അതായത് റോബർട്ട് ക്ലേവ് ഇവിടെ ബ്രിട്ടീഷുകാരോട് അവരുടെ രാജ്യത്തിൽ ചെന്നിട്ട് പറയാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് അവരുടെ രാജ്യത്തിലേക്ക് അറിയിപ്പ് കൊടുക്കുകയാണ്, എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരൂ, ഞാൻ ഭാരതം പിടിച്ചെടുക്കാമെന്ന്. ആള് ചില്ലറക്കാരനല്ല, ആള് ഭയങ്കര ബുദ്ധിശാലിയായിരുന്നു. റോബർട്ട് ക്ലേവ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ ഗവർണർ. ഈ റോബർട്ട് ക്ലേവ് ചെയ്തത് എന്താണെന്നറിയോ? സിറാജുദ്ദൗളയും പിന്നെ ഈ പറയുന്ന പോലെ റോബർട്ട് ക്ലേവും യുദ്ധം പ്രഖ്യാപിച്ചു. അതായത് ബംഗാൾ നവാബും ബ്രിട്ടീഷ് ഗവർണറും തമ്മിൽ യുദ്ധം പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങേര് ഭയങ്കര കണ്ണിങ് ആണ്. കണ്ണിങ് മീൻസ് ഭയങ്കര ബുദ്ധിശാലിയാണ്. ആര്? ഈ റോബർട്ട് ക്ലേവ്. റോബർട്ട് ക്ലേവ് എന്താ ചെയ്തേന്നറിയോ? ഈ സിറാജുദ്ദൗളയുടെ സൈന്യാധിപനായിരുന്നു ആര്? മിർജാഫർ എന്ന് പറയുന്ന ആള്. ആര്? ഈ സിറാജുദ്ദൗള, അതായത് ബംഗാൾ നവാബായ സിറാജുദ്ദൗളയുടെ സൈന്യാധിപനായിരുന്നു മിർജാഫർ. ഈ മിർജാഫറിനെ രഹസ്യമായി ചെന്ന് കാണുകയും ഈ യുദ്ധത്തില് മിർജാഫറും സൈന്യവും പങ്കെടുക്കാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാല് സിറാജുദ്ദൗള സ്വാഭാവികമായിട്ടും പരാജയപ്പെടും അല്ലേ? അപ്പൊ പരാജയപ്പെടുമ്പോൾ ഈ ബംഗാളിലെ ആധിപത്യം, അതായത് ബംഗാളിലെ ആരെ ഏൽപ്പിക്കാം? ഭരണം ആരെ ഏൽപ്പിക്കാം? മിർജാഫറിനെ ഏൽപ്പിക്കാമെന്ന് റോബർട്ട് ക്ലേവ് വാക്കു കൊടുത്തു. അപ്പോ ഈ ഭരണം മോഹിച്ച മിർജാഫർ എന്താ ചെയ്തത്? സിറാജുദ്ദൗളയെ, അതായത് സ്വന്തം നവാബിനെ ചതിച്ചു. എങ്ങനെയാ ചതിച്ചെന്നറിയോ? അതായത് ഇവര് യുദ്ധത്തിന് വേണ്ടി പോയി സജ്ജരായി ഒരുങ്ങി നിന്നപ്പോൾ ഏറ്റവും കൂടുതൽ സൈനികർ ഉണ്ടാവുന്നത് ആരുടെ അടുത്തായിരിക്കും? സൈന്യാധിപന്റെ അടുത്തായിരിക്കും ഏറ്റവും കൂടുതൽ സൈന്യം ഉണ്ട്. കാരണം സൈന്യാധിപനാണല്ലോ ഒരു സൈന്യത്തെ നിയന്ത്രിക്കുന്നതും യുദ്ധം ചെയ്യാൻ ഏറ്റവും മുന്നിലേക്ക് പോകുന്നതും ഒക്കെ. അപ്പോ ഈ യുദ്ധത്തിന് വേണ്ടി നിരന്നു നിന്ന സമയത്ത് ഈ മിർജാഫറിന്റെ സൈഡിലില്ലാതെ, മിർജാഫർ സൈന്യാധിപനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പുറകിൽ ഉണ്ടായിരുന്ന സൈന്യവും അദ്ദേഹവും ആ യുദ്ധത്തിൽ നിന്ന് ഒരടി മുന്നോട്ട് വെച്ചില്ല. അപ്പോഴാണ് സിറാജുദ്ദൗളയ്ക്ക് മനസ്സിലാവുന്നത് താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. യുദ്ധത്തിന് അണിഞ്ഞ് ഒരുങ്ങി അവിടെ ചെന്ന് നിൽക്കുമ്പോൾ, വിജയം പ്രതീക്ഷിച്ച് മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ സ്വന്തം രാജ്യത്തെ സൈന്യാധിപൻ തന്നെ ചതിച്ചല്ലോ എന്നുള്ള ഒരു അവസ്ഥ. അപ്പൊ തന്നെ അദ്ദേഹം പരാജയപ്പെട്ടു കഴിഞ്ഞു.
എന്നാലും യുദ്ധം ചെയ്തു. അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്നുകൊണ്ട് കുറച്ചുപേര് യുദ്ധം ചെയ്യാനുണ്ടായിരുന്നു. യുദ്ധം ചെയ്തു. പക്ഷെ സ്വാഭാവികമായിട്ടും സൈന്യം ഇല്ലെങ്കിൽ ജയിക്കില്ലല്ലോ. അങ്ങനെ സിറാജുദ്ദൗള മരണമടയുകയും പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ എന്താ, ഈ മിർ ജാഫറിനെ റോബർട്ട് ക്ലൈവ് വാക്കു കൊടുത്തതുപോലെ തന്നെ അവിടുത്തെ നവാബായി വാഴിച്ചു. ആരെ? മിർ ജാഫറിനെ. സിറാജുദ്ദൗളയുടെ സൈന്യാധിപനായ മിർ ജാഫർ ആയിരുന്നു പിന്നീട് അവിടുത്തെ ഭരണം, ബംഗാളിലെ ഭരണം ഏറ്റെടുത്തു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ എന്താണ് മിർ ജാഫറിന് മനസ്സിലായി ഇവന്മാര്, അതായത് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് എല്ലാം ഊട്ടിക്കൊണ്ട് പോവുകയാണെന്ന്. അതായത് ഈ മിർ ജാഫറിന് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള ഒരു അവകാശങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. റോബർട്ട് ക്ലൈവും ബ്രിട്ടീഷുകാരും പറയുന്നത് പോലെ എല്ലാം കേട്ടും കണ്ടും അനുസരിച്ച് നിന്നോണം. അത് പെട്ടെന്ന് മിർ ജാഫറിന് പറ്റിയില്ല. മിർ ജാഫറിനെ ചൊടിപ്പിച്ചു. അപ്പൊ മിർ ജാഫറും ആരും തമ്മിൽ യുദ്ധമായി, റോബർട്ട് ക്ലൈവും തമ്മിൽ യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധം പ്രഖ്യാപിച്ചപ്പോ ഞാൻ പറഞ്ഞല്ലോ, റോബർട്ട് ക്ലൈവിന് നവാബ് മേക്കർ എന്ന് പറയുന്ന ഒരു വിശേഷണം ഉണ്ടെന്ന്. റോബർട്ട് ക്ലൈവ് എന്താ ചെയ്തത്? ഈ സിറാജുദ്ദൗളയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച അതേ പ്രയോഗം തന്നെ മിർ ജാഫറിന്റെ അടുത്തും പ്രയോഗിച്ചു. മിർ ജാഫറിന്റെ സൈന്യാധിപനായിരുന്നു ആര്? മിർ ഖാസിം എന്ന് പറയുന്ന വ്യക്തി. ഈ മിർ ഖാസിമിനെ ചാക്കിട്ട് പിടിച്ചു. അതായത് ഈ മിർ ജാഫർ സ്വന്തം രാജാവായ സിറാജുദ്ദൗളയോട് എന്താണോ ചെയ്തത് അത് തന്നെ മിർ ഖാസിം മിർ ജാഫറിനോട് ചെയ്തു. അപ്പൊ ലാസ്റ്റ് എന്തായി? യുദ്ധം കഴിഞ്ഞു. ഇതേപോലെ തന്നെ റോബർട്ട് ക്ലൈവ് വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത്? മിർ ജാഫറിന്റെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്തിട്ടില്ലെങ്കിലും മിർ ഖാസിമിനെ രാജാവാക്കാമെന്ന്. അതേപോലെ തന്നെ സംഭവിച്ചു. മിർ ജാഫർ പരാജയപ്പെട്ടു, മിർ ഖാസിം രാജാവായി. പക്ഷെ പിന്നീട് മിർ ഖാസിമിന് മനസ്സിലായി എന്ത്, ഇവരിവിടെ ചെയ്തു കൂട്ടുന്നത് അത്രയ്ക്ക് നല്ല കാര്യങ്ങളൊന്നുമല്ല, ഇവരെല്ലാം സ്വന്തം നാടിന്റെ സമ്പത്തും എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം ഊട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ആർക്ക് മനസ്സിലായി? മിർ ഖാസിമിന് മനസ്സിലായി. അങ്ങനെ മിർ ഖാസിമും പിന്നെ എന്താണ് മുഗൾ ചക്രവർത്തിയായ ഷാ ആലം രണ്ടാമനും പിന്നെ അവധിലെ നവാബായ ഷിജാഉദ്ദൗള പിന്നെ എന്നിവരൊക്കെ കൂടിയിട്ട് നടന്ന ഒരു യുദ്ധമാണ് ബക്സാർ യുദ്ധം എന്ന് പറയുന്ന ഒരു യുദ്ധം. ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഒരു യുദ്ധമായിരുന്നു. അത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതാണ് പ്ലാസി യുദ്ധത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ഇതാണ് പ്ലാസി യുദ്ധത്തിൽ സംഭവിച്ചത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു പ്ലാസി യുദ്ധത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ ഈ പ്ലാസി യുദ്ധം നടന്നത് എന്നാണ്? 1757 പ്ലാസി യുദ്ധം നടന്നത്. 1757 നടക്കുകയുണ്ടായത്. പ്ലാസി യുദ്ധം നടന്നത് ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗലയും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ആരായിരുന്നു സിറാജുദ്ദൗല. അദ്ദേഹം എന്ത് ചെയ്തതിന്റെ പേരിലാണ് പ്ലാസി യുദ്ധം നടന്നത്, പ്ലാസി യുദ്ധത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ചതി എന്തായിരുന്നു എന്നുള്ളത് ഒക്കെ ഇപ്പൊ പറഞ്ഞു തന്നല്ലോ. അതൊക്കെ വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ലതുപോലെ മനസ്സിലാവും. അപ്പൊ പ്ലാസി യുദ്ധം നടന്നത് ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗലയും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച സിറാജുദ്ദൗളയുടെ സൈന്യാധിപൻ ആരായിരുന്നു? ഞാനിപ്പോ പറഞ്ഞു, മിർ ജാഫർ. മിർ ജാഫർ ആയിരുന്നു പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച സിറാജുദ്ദൗളയുടെ സൈന്യാധിപൻ. മിർ ജാഫർ റോബർട്ട് ക്ലൈവുമായി ഉണ്ടാക്കിയ രഹസ്യധാരണയിലൂടെയാണ് പ്ലാസി യുദ്ധത്തില് ബ്രിട്ടീഷുകാര് വിജയിച്ചത്. ഞാൻ പറഞ്ഞല്ലോ രഹസ്യധാരണ, അതെന്തായിരുന്നു? സിറാജുദ്ദൗല പരാജയപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ നവാബാക്കാമെന്ന് റോബർട്ട് ക്ലൈവ് മിർ ജാഫറിന് വാക്കുകൊടുത്തു. അത് പ്രകാരം മിർ ജാഫർ അവിടെ രാജാവായി പിന്നീട് വാഴുകയുണ്ടായി. മിർ ജാഫർ വാണു കഴിഞ്ഞപ്പോൾ എന്താണ് ഇങ്ങനെ ലാസ്റ്റ് ബ്രിട്ടീഷുകാരുടെ രീതിക്കൊന്നും വരാതായപ്പോ ഈ മിർ ജാഫറിനെയും റോബർട്ട് ക്ലൈവ് ചതിച്ച് മിർ ജാഫറിന്റെ സൈന്യാധിപനായ മിർ ഖാസിമിനെ പിടിച്ചിട്ട് രാജാവാക്കി. ലാസ്റ്റ് മിർ ഖാസിമും തിരിഞ്ഞു ഇവർക്കെതിരെ. പക്ഷെ അവർക്ക് യുദ്ധത്തിൽ വിജയം. അപ്പൊ അങ്ങനെയാണ് എന്താണ് ഇത് പ്ലാസി യുദ്ധത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോ പ്ലാസി യുദ്ധം 1757 നടന്നത്. പ്ലാസി യുദ്ധം നടന്നത് ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗലയും ബ്രിട്ടീഷുകാരും തമ്മിൽ. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച സിറാജുദ്ദൗലയുടെ സൈന്യാധിപൻ ആരായിരുന്നു? മിർ ജാഫർ. മിർ ജാഫർ റോബർട്ട് ക്ലൈവുമായി ഉണ്ടാക്കിയ രഹസ്യധാരണയിലൂടെയാണ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചത്. റോബർട്ട് ക്ലൈവ് ആരായിരുന്നു? എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ
ബ്രിട്ടീഷ് ഗവർണർ ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നൊക്കെ അറിയപ്പെടുന്നു. നവാബ് മേക്കർ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നവാബ് മേക്കർ എന്ന് വിളിക്കാൻ കാരണം? അതായത് ഓരോ നവാബുമാരെയും ചാക്കിട്ട് പിടിച്ച് അവർക്ക് അധികാര മോഹം നൽകി അവരുടെ തന്നെ പതനത്തിലേക്ക് കൊണ്ടുപോയി നയിക്കുന്ന അതിബുദ്ധിമാനായ ഒരു എന്താണ് സൈനികരും ഗവർണറുമായിരുന്നു ആര്? റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്നത്. ഈ മിർജാഫർ ഇല്ലേ, അതായത് സിറാജുദ്ദൗളയുടെ സൈന്യാധിപൻ മിർജാഫർ, എന്താണ് ഈ മിർജാഫറിന് ഒരു വിശേഷണമുണ്ട്. റോബർട്ട് ക്ലൈവിന്റെ കുറുക്കൻ എന്ന് അയാൾ അറിയപ്പെടുന്നത്. റോബർട്ട് ക്ലൈവിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന കുറുക്കൻ, അതാണ് അങ്ങനെ ഒരു വിശേഷണം ഈ മിർജാഫറിനുണ്ട് കേട്ടോ. ഇതൊക്കെ ബേസിക്കലി ചെറിയ ചെറിയ ഫാക്ട്സും കാര്യങ്ങളും ആണ് കേട്ടോ. ഒരു കഥ പറയുമ്പോൾ എല്ലാം നമ്മൾ എടുത്തു പറയണല്ലോ. അതായത് കഥയല്ല, ഇത് നടന്ന കാര്യമാണ്, അത് വേറെ കാര്യം. ഇത് നടന്ന സംഭവമാണ്. പക്ഷെ ഒരു കഥാരൂപത്തിൽ പറയുമ്പോൾ അതിന് കുറച്ചും കൂടെ എന്താണ് വ്യക്തത വരികയും നമുക്ക് മനസ്സിലാക്കി എടുക്കാനും സാധിക്കുമല്ലോ. അപ്പൊ ഇതാണ് പ്ലാസി യുദ്ധത്തിന്റെ ചരിത്രം. ഇനി നമുക്ക് ബക്സാർ യുദ്ധം നോക്കാം. ബക്സാർ യുദ്ധം നടക്കുന്നത് 1764 കേട്ടോ. എന്നാണ് ബക്സാർ യുദ്ധം നടക്കുന്നത്? 1764. ബക്സാർ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു എന്നറിയോ? ഷാ ആലം രണ്ടാമൻ. ഷാ ആലം രണ്ടാമൻ എന്ന് പറയുന്നത് മുഗൾ ചക്രവർത്തിയായിരുന്നു കേട്ടോ. മുഗൾ ചക്രവർത്തിയായ ഷാ ആലം രണ്ടാമനും ഷുജാഉദ്ദൗല, ഷിജാഉദ്ദൗളയല്ല കേട്ടോ, ഇത് ഷുജാഉദ്ദൗളയാണ്. ഷുജയാണ്. ഷുജാഉദ്ദൗള ആരാന്ന് വെച്ചാല് അവധിലെ നവാബായിരുന്നു കേട്ടോ. അവധിലെ നവാബ്. സിറാജുദ്ദൗള, മരണപ്പെട്ട സിജാഉദ്ദൗള ബംഗാളിലെ നവാബായിരുന്നു. ഇത് ഷുജാഉദ്ദൗളയാണ്. ഷുജാഉദ്ദൗള അവധിലെ നവാബായിരുന്നു. പിന്നെ മിർഖാസിം ആരായിരുന്നു? മുൻ ബംഗാൾ നവാബ്. അതായത് മിർജാഫറിന് ശേഷം എന്താണ് നവാബായ ആളായിരുന്നു ആര്? മിർഖാസിം. ഞാൻ പറഞ്ഞല്ലോ, മിർജാഫർ എന്താണോ തന്റെ രാജാവായ അല്ലെങ്കിൽ തന്റെ നവാബായ സിറാജുദ്ദൗളയോട് ചെയ്തത്, അത് തന്നെയാണ് മിർഖാസിം മിർജാഫറിനോടും ചെയ്തത്. അതായത് കർമ്മ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത് തന്നെ സംഭവം. അപ്പൊ മിർഖാസിം ആരായിരുന്നു? മുൻ ബംഗാൾ നവാബ്. എന്നിവരുടെ സംയുക്ത സൈന്യവും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണെന്ത്? ബക്സാർ യുദ്ധം. അപ്പൊ ബക്സാർ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു നടന്നത്? ഷാ ആലം രണ്ടാമൻ മുഗൾ ചക്രവർത്തി, ഷുജാഉദ്ദൗള അവധിലെ നവാബ്, മിർഖാസിം ബംഗാൾ നവാബ് എന്നിവരുടെ സംയുക്ത സൈന്യവും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് എന്ത്? ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരാണ് വിജയിച്ചത്. ഇത്രയും സൈനികരും ഇത്രയും എന്താണ് ആൾക്കാരും ഒക്കെ ഉണ്ടായിട്ടും അതിൽ വിജയിച്ചത് ആരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. ഈ ബംഗാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലാകാൻ കാരണമായ യുദ്ധം ഈ ബക്സാർ യുദ്ധമാണ് കേട്ടോ. അപ്പൊ ഈ ബക്സാർ യുദ്ധത്തോട് കൂടിയിട്ട് ബംഗാൾ പൂർണ്ണമായിട്ടും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലാകുകയാണ് ചെയ്തത്. അപ്പോ ബക്സാർ യുദ്ധം 1764 നടന്നത്. ബക്സാർ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? ഷാ ആലം രണ്ടാമൻ, മുഗൾ ചക്രവർത്തിയായ ഷാ ആലം രണ്ടാമനും ഷുജാഉദ്ദൗള, അതായത് അവധിലെ നവാബായ ഷുജാഉദ്ദൗളയും പിന്നെ മുൻ ബംഗാൾ നവാബായ മിർഖാസിം എന്നിവരുടെ സംയുക്ത സൈന്യവും ബ്രിട്ടീഷുകാരും തമ്മിലാണ് ബക്സാർ യുദ്ധം നടന്നത്. ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചു. ബംഗാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലാകാൻ കാരണമായ യുദ്ധവും ഏതാണ്? ഈ ബക്സാർ യുദ്ധമാണ്. അടുത്ത നമുക്ക് മൈസൂർ യുദ്ധങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ പഠിക്കാനുള്ളത്. നമ്മൾ ഏവരും കേട്ടിട്ടുള്ളതാണ് അല്ലെ മൈസൂർ യുദ്ധം. മൈസൂർ യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത് ആരാണ്? ടിപ്പു സുൽത്താനാണ് അല്ലേ? ടിപ്പു സുൽത്താൻ തന്നെയായിരിക്കും മൈസൂർ യുദ്ധം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. അതായത് ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മൈസൂർ യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ആരൊക്കെ തമ്മിൽ? ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളെ മൈസൂർ യുദ്ധങ്ങൾ എന്നാണ് പറയുന്നത്. മൈസൂർ പ്രബല ശക്തിയാകുന്നതിൽ നേതൃത്വം വഹിച്ചവരായിരുന്നു ഹൈദർ അലിയും ടിപ്പു സുൽത്താനും. മൈസൂര് പ്രബല ശക്തിയാകുന്നതിൽ നേതൃത്വം വഹിച്ചവർ 2 പേരുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു അത്? ഹൈദർ അലിയും ടിപ്പു സുൽത്താനും. പിന്നെ മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, മൈസൂർ സുൽത്താൻമാരുടെ ആധിപത്യം മലബാറിൽ വ്യാപിച്ചിരുന്നത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് സൃഷ്ടിച്ച തടസ്സം, പിന്നെ ഫ്രഞ്ചുകാരുമായി ടിപ്പുവിനുണ്ടായിരുന്ന സൗഹൃദം, ഇതൊക്കെയായിരുന്നു മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? മൈസൂർ സുൽത്താൻമാരുടെ ആധിപത്യം മലബാറിൽ വ്യാപിച്ചിരുന്നത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് സൃഷ്ടിച്ച തടസ്സവും, ഫ്രഞ്ചുകാരുമായിട്ട്, ഈ ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാരുടെ ശത്രുക്കളാണല്ലോ,
അപ്പൊ ഫ്രഞ്ചുകാരുമായിട്ട് ടിപ്പുവിനുണ്ടായ സൗഹൃദവുമായിരുന്നു മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചത്. മൈസൂർ യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായ പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു അറിയോ? മലബാറും കൂർഗും മൈസൂർ യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലാകുകയാണ് ചെയ്തത്. പിന്നെ മൈസൂർ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് നേരിടേണ്ടി വന്ന യുദ്ധങ്ങൾ 4 എണ്ണമാണ് കേട്ടോ. 4 യുദ്ധങ്ങളോളം ബ്രിട്ടീഷുകാർക്ക് ചെയ്യേണ്ടി വന്നത് മൈസൂര് കീഴടക്കാൻ വേണ്ടിയിട്ട്. അതായത് മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് 4 യുദ്ധങ്ങളോളം ബ്രിട്ടീഷുകാർ ചെയ്തു. ഇതിൽ ടിപ്പു സുൽത്താൻ മരണമടിഞ്ഞത് 4ാം മൈസൂർ യുദ്ധത്തിലാണ്. 4ാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ മരണമടിയുകയാണ് ചെയ്തത്. ഇതാണ് മൈസൂർ യുദ്ധത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് മൈസൂർ യുദ്ധത്തെ പറ്റിയിട്ട് ഉള്ളത്? ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മൈസൂർ യുദ്ധം. മൈസൂർ പ്രബല ശക്തിയാകുന്നതിൽ നേതൃത്വം വഹിച്ചവരായിരുന്നു ഹൈദർ അലിയും ടിപ്പു സുൽത്താനും. മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് മൈസൂർ സുൽത്താൻമാരുടെ ആധിപത്യം മലബാറിൽ വ്യാപിച്ചിരുന്നത്, ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് സൃഷ്ടിച്ച തടസ്സം, പിന്നെ ഫ്രഞ്ചുകാരുമായി ടിപ്പുവിനുണ്ടായിരുന്ന സൗഹൃദം. മൈസൂർ യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായ പ്രദേശങ്ങളാണ് എന്ത്? മലബാറും കൂർഗും. മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് നേരിടേണ്ടി വന്ന യുദ്ധങ്ങൾ എത്രണ്ണമാണ്? 4 യുദ്ധങ്ങളോളം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ടിപ്പു സുൽത്താന്റെ മരണത്തിനിടയായ യുദ്ധം എന്ന് പറഞ്ഞാൽ 4ാം മൈസൂർ യുദ്ധമാണ്. ഈ മൈസൂർ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഉടമ്പടി ഉണ്ട്. അതാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്ന ഒരു ഉടമ്പടി ആയിരിക്കും. അതിന്റെ പിന്നിൽ എന്താണെന്നറിയോ? ഈ 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒപ്പുവെച്ച ഉടമ്പടിയാണ് എന്ത്? ശ്രീരംഗപട്ടണം ഉടമ്പടി. അപ്പൊ ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത് 3ാം മൈസൂർ യുദ്ധത്തിലാണ് കേട്ടോ. 3ാമത്തെ മൈസൂർ യുദ്ധത്തില് ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി എന്ന് പറയുന്നത്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ ഇടയായ ഉടമ്പടിയും ഈ ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ ഇടയായ ഉടമ്പടി ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. അപ്പം ശ്രീരംഗപട്ടണം ഉടമ്പടിയെ പറ്റിയിട്ട് എന്താണ്? 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ശ്രീരംഗപട്ടണത്തെ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ ഇടയായ ഉടമ്പടിയും എന്താണ്? ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. ഇനി നമുക്ക് മറാത്ത യുദ്ധങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത് കേട്ടോ. മറാത്ത യുദ്ധങ്ങൾ എന്താണെന്നറിയോ? ബ്രിട്ടീഷുകാരും മറാത്ത വംശജരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് എന്ത്? മറാത്ത യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ആരൊക്കെ തമ്മിൽ? ബ്രിട്ടീഷുകാരും മറാത്ത വംശജരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മറാത്ത യുദ്ധങ്ങൾ. മറാത്തികൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചതാണ് മറാത്ത പ്രദേശങ്ങൾ ആക്രമിക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചത്. മറാത്തികൾ എന്താ ചെയ്തത്? ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സം ഉണ്ടാക്കി. അപ്പൊ അതേ തുടർന്ന് നടന്ന യുദ്ധമാണ് എന്ത്? മറാത്ത യുദ്ധങ്ങൾ. സിന്ധ്, പഞ്ചാബ്, അവധ് എന്നീ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാർ കീഴടക്കി. സിന്ധ്, പഞ്ചാബ്, അവധ് എന്ന് പറയുന്ന 3 നാട്ടുരാജ്യങ്ങളും ഇതോട് കൂടിയിട്ട് ആര് കീഴടക്കി? ബ്രിട്ടീഷുകാർ കീഴടക്കുകയാണ് ചെയ്തത്. അപ്പൊ എന്താണ് മറാത്ത യുദ്ധങ്ങൾ? ബ്രിട്ടീഷുകാരും മറാത്ത വംശജരും തമ്മിൽ നടന്ന യുദ്ധമാണ്. മറാത്തികൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചതാണ് മറാത്ത പ്രദേശങ്ങൾ ആക്രമിക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചത്. സിന്ധ്, പഞ്ചാബ്, അവധ് എന്നീ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാർ എന്താ ചെയ്തത്? കീഴടക്കി. അടുത്തത് നമുക്ക് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കാനുള്ളത്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു ആയിരുന്നു. വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങളായിരുന്നു ഹൈദരാബാദും തഞ്ചാവൂരും ഇൻഡോറും. ഹൈദരാബാദ്, തഞ്ചാവൂര്, ഇൻഡോർ എന്നീ 3 രാജ്യങ്ങളാണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന രാജ്യത്തിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സുരക്ഷ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ നാട്ടുരാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയിരുന്നത് കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു. അപ്പൊ സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന രാജ്യത്തിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സുരക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാല് നാട്ടുരാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയിരുന്നത് കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് സൈനിക സഹായ വ്യവസ്ഥ. എന്താണ് സൈനിക സഹായ വ്യവസ്ഥ?
സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, തഞ്ചാവൂര്, ഇൻഡോർ. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന രാജ്യത്തിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സുരക്ഷ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ നാട്ടുരാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയിരുന്നത് കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു. അടുത്ത നമുക്ക് ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ദത്തവകാശ നിരോധന നിയമം ട്ടോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുരുഷ അനന്തരാവകാശികൾ ഇല്ലാതെ ഒരു രാജാവ് മരണപ്പെട്ടാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കാൻ വ്യവസ്ഥയുണ്ടായിരുന്ന നിയമമാണ് ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. എന്താണ് ദത്തവകാശ നിരോധന നിയമം? പുരുഷ അനന്തരാവകാശികൾ ഇല്ലാതെ ഒരു രാജാവ് മരണപ്പെട്ടാല് ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കാൻ വ്യവസ്ഥയുണ്ടായിരുന്ന നിയമമാണ് ദത്തവകാശ നിരോധന നിയമം. അതായത് ഇപ്പൊ ഒരു രാജാവിന് ആൺകുട്ടി ഇല്ലാന്ന് വിചാരിച്ചോ, അപ്പൊ അദ്ദേഹത്തിന്റെ കാലശേഷം ആ രാജ്യം അന്യമായി പോകും എന്നുള്ള ഒരു ധാരണയാണ്. അപ്പൊ ആ ഒരു ധാരണയുടെ അടിസ്ഥാനത്തില് ആ രാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കണം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ കൊണ്ടുവരേണ്ടായി, ഒരു നിയമം കൊണ്ടുവരേണ്ടായി. അതാണ് ഈ ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭു ആയിരുന്നു. ഡൽഹൌസി പ്രഭു ആണ് ഈ ഒരു ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളായിരുന്നു ഏതൊക്കെ? സാമ്പൽപൂർ, സത്താറ, ഉദയപൂർ, ഝാൻസി, നാഗ്പൂർ. ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർക്കൊന്നും കുട്ടികൾ ഉണ്ടായിരുന്നില്ല, അതായത് ആൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയുണ്ടായി. അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഝാൻസി പിടിച്ചെടുത്തത്. ആരുടെ അടുത്ത്? ഝാൻസി റാണിയിൽ നിന്ന്, റാണി ലക്ഷ്മിബായിൽ നിന്നിട്ടാണ് ഝാൻസി പിടിച്ചെടുത്തത്. റാണി ലക്ഷ്മിബായി എന്നാണ് യഥാർത്ഥ പേര് ട്ടോ. ഝാൻസി റാണി എന്നാണ് അറിയപ്പെടുന്നത്. ഝാൻസി റാണി ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഈ ദത്തവകാശ നിരോധന നിയമത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പുരുഷ വേഷത്തിലായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ട്ടോ. ധീര വനിതയാണ്. അതായത് തന്റെ ശവശരീരം ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കരുത് എന്ന് ഝാൻസി റാണി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഝാൻസി റാണി എവിടെയാണ് അടക്കം ചെയ്തത്, എങ്ങനെയാണ് ദഹിപ്പിച്ചത് എന്നുള്ളതിനെ പറ്റിയുള്ള യാതൊരു വിവരമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. ശവശരീരം അതായത് യുദ്ധം ചെയ്തത് ആണിന്റെ വേഷത്തിലായതുകൊണ്ട് തന്നെ ഇങ്ങനെ ആരുമായിട്ട്, ഒരു ആണുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നതെന്നാണ് ബ്രിട്ടീഷുകാർ വിചാരിച്ചത്. പക്ഷെ ഝാൻസി റാണി മരണപ്പെട്ടു. അതായത് യുദ്ധം പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും യുദ്ധം നയിച്ച ആള് മരണപ്പെട്ടിട്ടും ഉണ്ടാകുമല്ലോ. പക്ഷെ മരണത്തിന് മുന്നേ ആയിട്ട് ഝാൻസി റാണി പറഞ്ഞിരുന്നു തന്റെ ശവശരീരം ഇവർക്ക് വിട്ടുകൊടുക്കരുത്, ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കരുത് എന്നുള്ളത്. ഝാൻസി റാണി എന്നാൽ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അത് സ്വന്തം ചോരയിലുള്ള കുഞ്ഞല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഝാൻസിയും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. ദത്തവകാശ നിരോധന നിയമം. പുരുഷ അനന്തരാവകാശികൾ ഇല്ലാതെ ഒരു രാജാവ് മരണപ്പെട്ടാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കാൻ വ്യവസ്ഥയുണ്ടായിരുന്ന നിയമമാണ് ദത്തവകാശ നിരോധന നിയമം. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആയിരുന്നു ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത രാജ്യങ്ങളാണ് സാമ്പൽപൂർ, സത്താറ, ഉദയപൂർ, ഝാൻസി, നാഗ്പൂർ. കീഴടക്കിയ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ ഏകീകൃത ഭരണ സംവിധാനം നടപ്പിലാക്കി. ഈ പറഞ്ഞ പോലെ കീഴടക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെ? സാമ്പൽപൂർ, സത്താറ, ഉദയപൂർ, ഝാൻസി, നാഗ്പൂർ ഇവിടങ്ങളിലൊക്കെ ഏകീകൃത ഭരണ സംവിധാനമാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത്. ഇതോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ തീർന്നിട്ടുണ്ട് ട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. അത് ഏതായിരുന്നു പറഞ്ഞിരുന്നത്? ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. അതാണ് ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത്. അപ്പോ ജസ്റ്റ് എ മിനിറ്റ്. ഇതും വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. അധികം ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കാനില്ല. പിന്നെ പഠിക്കാനുള്ളതൊക്കെ തന്നെ നമുക്ക് അറിയുന്ന കാര്യങ്ങളുമാണ്. ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. ഇതിൽ ആദ്യം തന്നെ പറയുന്നത് നഗോഡകൾ എന്ന് പറയുന്ന ഒരു വംശജരെ പറ്റിയിട്ടാണ് ട്ടോ. അതായത് ബംഗാളില് പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്നത് നഗോഡകൾ എന്നായിരുന്നു. അപ്പൊ ബംഗാളിൽ പട്ടുനൂൽ കൃഷി ചെയ്തിരുന്ന ആൾക്കാരെ പറയുന്നത് എന്തായിരുന്നു? നഗോഡകൾ എന്നായിരുന്നു.
ബ്രിട്ടീഷ് ചൂഷണത്തിൽ നിന്ന് രക്ഷ നേടാൻ സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റിയ കർഷകരാണ് ആര് ഈ നഗോഡകൾ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റി. അത് എത്രത്തോളം ചൂഷണം അനുഭവിച്ചിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അപ്പൊ സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റിയ സ്വാഭാവികമായിട്ടും അവർക്ക് പട്ടുനൂൽ കൃഷി ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ മുറിച്ചു മാറ്റിയ കർഷകരായിരുന്നു നഗോഡകള്. ഈ പണ്ട് കാലത്ത് ഈ നികുതി നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചുമതലപ്പെടുത്തിയവര് ആയിരുന്നു ജമീന്ദാർമാര്. അങ്ങനെ നികുതി പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് കർഷകരുടെ ഒക്കെ അടുത്തുനിന്ന് നികുതി പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇടനിലക്കാരായി ചുമതലപ്പെടുത്തിയത് ജമീന്ദാർമാരെ ആയിരുന്നു. പിന്നെ പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ അറിയപ്പെട്ടിരുന്നത് അന്നത്തെ കാലത്ത് സാഹുക്കാർ എന്നായിരുന്നു കേട്ടോ. മാറിപ്പോരുത്. അതായത് പണം പലിശയ്ക്ക് കൊടുക്കുന്നവര് അറിയപ്പെടുന്നത് എന്താ? സാഹുക്കാർ. നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചുമതലപ്പെടുത്തിയവരോ ജമീന്ദാർമാര് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ അവരെ കുറിച്ചാണ് ആദ്യം തന്നെ ഈ ഒരു പാഠത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാര് ബ്രിട്ടീഷ് ചൂഷണത്തിൽ നിന്ന് രക്ഷ നേടാൻ സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റിയ കർഷകർ. ഈ രണ്ട് വിശേഷണങ്ങൾ ഉള്ളത് ആർക്കാണ്? നഗോഡകൾക്കാണ് കേട്ടോ. ഇനി നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചുമതലപ്പെടുത്തിയവർ അറിയപ്പെടുന്നത് ജമീന്ദാർമാർ. പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ അറിയപ്പെട്ടിരുന്നതോ സാഹുക്കാർ. അടുത്തതായിട്ട് റെയിൽവേയുടെ തുടക്കം. നമ്മുടെ ഇവിടെ റെയിൽവേ വന്നതും എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അറിയണല്ലോ അല്ലെ. റെയിൽവേയുടെ തുടക്കം. ഇന്ത്യയിലെ റെയിൽവേ ആരംഭിച്ചത് എന്നാന്നറിയോ? 1853 ഏപ്രിൽ 16 എന്ന് സിമ്പിൾ ആയിട്ട് പറയാമെങ്കിൽ 1853 ഏപ്രിൽ 16 ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത്. ഇന്ത്യ റെയിൽവേ ആരംഭിച്ചത് എന്നാണ്? 1853 ഏപ്രിൽ 16. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതായിരുന്നു എന്നറിയോ? ബോംബെ ടു താനെ. ബോംബെ മുതൽ താനെ വരെയായിരുന്നു ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ എന്ന് പറയുന്നത്. ബോംബെ മുതൽ താനെ വരെ. ഇന്ത്യയിൽ ഓടി തുടങ്ങിയ ആദ്യ തീവണ്ടിയിലെ കോച്ചുകളുടെ എണ്ണം 14 ആയിരുന്നു കേട്ടോ. 14 കോച്ചുകളോളമായിരുന്നു ഇന്ത്യയിൽ ഓടി തുടങ്ങിയ ആദ്യ തീവണ്ടിയിലെ കോച്ചുകളുടെ എണ്ണം. എത്ര? 14. ഇന്ത്യയിലെ ആദ്യ തീവണ്ടി യാത്രയിലെ യാത്രക്കാരുടെ എണ്ണമോ? 400ഓളം യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ തീവണ്ടി യാത്രയിലെ യാത്രക്കാരുടെ എണ്ണം 400. കേരളത്തിൽ തീവണ്ടി ഗതാഗതം ആരംഭിച്ചത് 1861 മാർച്ചിലാണ്. 1861 മാർച്ചിലാണ് കേരളത്തിൽ തീവണ്ടി ഗതാഗതം ആരംഭിച്ചത്. എന്നാണ്? 1861 മാർച്ചില്. പക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത് 1853 1853. പക്ഷെ കേരളത്തിൽ എത്തിയപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ലേറ്റ് ആയി. 1861 മാർച്ചിലാണ് കേരളത്തിലെ തീവണ്ടി ഗതാഗതം ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യ റെയിൽവേ പാത എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ടു ബേപ്പൂർ ആയിരുന്നു. തൃശ്ശൂർ തൊട്ട് ബേപ്പൂർ ആയിരുന്നു കേരളത്തിലെ ആദ്യ റെയിൽവേ പാത എന്ന് പറയുന്നത്. തൃശ്ശൂർ ടു ബേപ്പൂർ. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാത ബോംബെ ടു താനെ. കേരളത്തിലെ ആദ്യ റെയിൽവേ പാത തൃശ്ശൂർ ടു ബേപ്പൂർ. അപ്പോ റെയിൽവേയുടെ തുടക്കം. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാ? ബോംബെ ടു താനെ. ഇന്ത്യയിൽ ഓടി തുടങ്ങിയ ആദ്യ തീവണ്ടിയിലെ കോച്ചുകളുടെ എണ്ണം 14. ഇന്ത്യയിലെ ആദ്യ തീവണ്ടി യാത്രയിലെ യാത്രക്കാരുടെ എണ്ണം 400. കേരളത്തിൽ തീവണ്ടി ഗതാഗതം ആരംഭിച്ചത് 1861 മാർച്ചില്. 1861 മാർച്ചില്. കേരളത്തിലെ ആദ്യ റെയിൽവേ പാത തിരൂർ ടു ബേപ്പൂർ. ഇനി നമുക്ക് കൈത്തറി മേഖലയുടെ തകർച്ച. കൈത്തറി മേഖലയുടെ തകർച്ച എങ്ങനെയാ സംഭവിച്ചതെന്ന് നോക്കാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രിട്ടീഷ് ആധിപത്യത്തെ തുടർന്ന് ഇന്ത്യയിലെ കൈത്തറി മേഖലയിൽ ഉണ്ടായ തകർച്ചയുടെ കാരണങ്ങള് അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് വൻതോതിൽ കയറ്റി അയച്ചത്. അതാണ് ഒരു കാരണം. എന്ത്? അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് വൻതോതിൽ കയറ്റി അയച്ചത്. പിന്നെ ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത്. പിന്നെ ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾ ഇവരെന്താ ചെയ്തത്? ഉയർന്ന നികുതി ചുമത്തിയത്.
ഇതൊക്കെയായിരുന്നു ബ്രിട്ടീഷ് ആധിപത്യത്തെ തുടർന്ന് ഇന്ത്യയിലെ കൈത്തറി മേഖലയിൽ ഉണ്ടായ തകർച്ചകൾ എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു അതിന്റെ കാരണങ്ങൾ? അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് വൻതോതിൽ കയറ്റി അയച്ചത്, ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത്, ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തിയത്. അപ്പോ കൈത്തറി മേഖലയുടെ തകർച്ച ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷ് ആധിപത്യത്തെ തുടർന്ന് ഇന്ത്യയിലെ കൈത്തറി മേഖലയിൽ ഉണ്ടായ തകർച്ചയുടെ കാരണങ്ങൾ: അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് വൻതോതിൽ കയറ്റി അയച്ചത്, ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത്, ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തിയത്. അടുത്ത നമുക്ക് കലാപങ്ങൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് കേട്ടോ. അതായത് കമ്പനി ഭരണം സ്ഥാപിതമായതോടെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു. കമ്പനിയുടെ ഭരണം നമ്മുടെ ഇവിടെയൊക്കെ സ്ഥാപിതമായതോടെ എന്തായി? കാർഷിക കലാപങ്ങൾ ആരംഭിക്കുകയുണ്ടായി. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങളായിരുന്നു സന്യാസി കലാപവും ഫക്കീർ കലാപവും. എങ്ങനെ? 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങളാണ് സന്യാസി കലാപവും ഫക്കീർ കലാപവും. അതാണ് കമ്പനി ഭരണം സ്ഥാപിതമായതോടെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന കാർഷിക കലാപങ്ങളാണ് സന്യാസി കലാപവും ഫക്കീർ കലാപവും. അടുത്ത നമുക്ക് മലബാർ കലാപത്തെ പറ്റിയിട്ട് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മലബാർ കലാപം ഡിസ്കസ് ചെയ്തിരുന്നല്ലോ അല്ലെ. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയോ ഉണ്ട്, ചിലത് അതല്ലാതെ അധികം ഒന്നുമില്ല കേട്ടോ. അപ്പൊ മലബാർ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്ന 19-ാം നൂറ്റാണ്ടിലാണ്. 19-ാം നൂറ്റാണ്ടിലാണ് മലബാർ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. മലബാർ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാരായിരുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ അല്ലെ. പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാരാണ് മലബാർ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? മലബാർ കലാപമാണ്. മലബാർ കലാപത്തിന്റെ മറ്റൊരു പേരാണെന്ത്? മാപ്പിള കലാപം. പിന്നെ മലബാർ കലാപങ്ങളുടെ കാലയളവിൽ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട സമാന സ്വഭാവമുള്ള കലാപങ്ങളാണ് ഫറാസി കലാപങ്ങൾ കേട്ടോ. മലബാർ കലാപങ്ങളുടെ കാലയളവിൽ തന്നെ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട സമാന സ്വഭാവം, അതായത് ഈ മലബാർ കലാപത്തിന്റെ അതേ സ്വഭാവമുള്ള കലാപങ്ങളാണ് ഫറാസി കലാപങ്ങൾ എന്ന് പറയുന്നത്. മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട കാലഘട്ടം എന്നാണ് 19-ാം നൂറ്റാണ്ട്. മലബാർ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാർ. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നത് മലബാർ കലാപങ്ങൾ. മലബാർ കലാപങ്ങളുടെ കാലയളവിൽ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട സമാന സ്വഭാവമുള്ള കലാപങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ഫറാസി കലാപങ്ങൾ. അടുത്ത നമുക്ക് ഗോത്ര കലാപങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കുക. അതായത് ഓരോ ഗോത്രങ്ങളും കലാപങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു, അതിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത് കേട്ടോ. ഇപ്പോ കർഷകരെ കൂടാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ട ഗോത്രവർഗക്കാരായിരുന്നു മറാത്തയിലെ ഭീലുകള്, അഹമ്മദ് നഗറിലെ കോലികള്, ചോട്ടാ നാഗപ്പൂരിലെ കോളുകള്, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്യർ. അപ്പോ എങ്ങനെയാണ്? കർഷകരെ കൂടാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ട ഗോത്രവർഗക്കാരാണ് മറാത്തിയിലെ ഭീലുകൾ. ഇപ്പൊ ഭീലുകളും കോലികളും തമ്മിൽ അങ്ങാണ്ടാണല്ലോ മറാത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ. ഒന്ന് ഭീലുകളാണെന്ന് അറിയാം, മറ്റേത് ഈ കോലികളാണോ കോളുകളാണോ എന്നുള്ള വ്യക്തമല്ല. ഏതായാലും രണ്ട് വംശജര് തമ്മിലാണ്, രണ്ട് ഗോത്ര വംശജര് തമ്മിലാണ് ഇപ്പൊ മറാത്തയിൽ പല പ്രശ്നങ്ങളും നടക്കുന്നത്. അപ്പോ കർഷകരെ കൂടാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ട ഗോത്രവർഗക്കാരാണ് മറാത്തയിലെ ഭീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ചോട്ടാ നാഗപ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്യർ. ആരൊക്കെതാ? കർഷകരെ കൂടാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ട ഗോത്രവർഗക്കാർ. ഇത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് കേട്ടോടാ വീണ്ടും വീണ്ടും പറയുന്നത്. കാരണം മറാത്തയിലെ എന്താണ് ഗോത്ര കലാപം ചെയ്ത ഗോത്രവർഗക്കാരാരാണെന്നൊക്കെ ഉള്ളത് ചിലക്ക് ചോദിക്കലുണ്ട്. അതേപോലെ തന്നെ ഇതിൽ നിന്ന് പലതും ചോദിക്കലുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിക്കുന്നത്. ബോറാവണുണ്ട് ഇത് ചിലപ്പോൾ എനിക്കും തോന്നലുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്ക് പഠിച്ചല്ലേ പറ്റുള്ളൂ. ബൈ ഹാർട്ട് ആക്കണം ഇതെല്ലാം. അതായത് ബൈ ഹാർട്ട് ആക്കുന്നതിലും വരെ നമ്മളിത് മനസ്സിലാക്കണം. അപ്പോ മറാത്തയിലെ ഭീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ചോട്ടാ നാഗപ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, പിന്നെ വയനാട്ടിലെ കുറിച്യർ. ഇവരൊക്കെയാണ് എന്ത്
കർഷകരെ കൂടാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ട ഗോത്രവർഗക്കാരെന്ന് പറയുന്നത്. ഇനി നമുക്ക് സാന്താൾ കലാപം എന്താന്ന് ഡിസ്കസ് ചെയ്യാം. സാന്താൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സാന്താൾമാരെ പറ്റിയിട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു അവര് സാന്താൾ വംശജയാണ് കേട്ടോ. സാന്താൾ വംശത്തിൽപ്പെട്ട വ്യക്തിയാണ് ആര്? നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു. ബംഗാൾ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇപ്പൊ സാന്താൾ കലാപം ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ താമസിച്ചിരുന്ന ഗോത്ര വിഭാഗമാണ് എന്ത്? സാന്താൾമാരെന്ന് പറയുന്നത്. എവിടെയാണ്? ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ താമസിച്ചിരുന്ന ഗോത്ര വിഭാഗമാണ് സാന്താൾ. ഈ കൊള്ളപ്പലിശക്കാരുടെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനിരയായ സാന്താൾ ഗോത്രജനത നടത്തിയ കലാപങ്ങളാണ് ഈ സാന്താൾ കലാപം എന്നറിയപ്പെടുന്നത് കേട്ടോ. കൊള്ളപ്പലിശക്കാരുടെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനെതിരെയായിട്ടാണ് ഇവര് ഈ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടത് കേട്ടോ. ഇനി എന്താണ് അടുത്തത്? സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയായിരുന്നു എന്നറിയോ? സിദ്ധുവും കാൻഹുവാണ്. സിദ്ധു, കാൻഹു ഈ രണ്ട് വ്യക്തികളാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവര്. ആരൊക്കെയാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത്? സിദ്ധു ആൻഡ് കാൻഹു. ഇവര് രണ്ടുപേരുമാണ് കേട്ടോ. ഇവര് സഹോദരങ്ങളാണ് കേട്ടോ, ഈ സിദ്ധുവും കാൻഹുവും. പിന്നെ സാന്താൾ ഗോത്ര കലാപത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആരുടെ എന്നറിയോ? റാണാജിത്ത് ഗുഹ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു രചയിതാവിന്റെ ഒരു പുസ്തകമുണ്ട്, എലിമെന്ററി അസെപ്റ്റ് ഓഫ് പെസന്റ് ഇൻസർജൻസി. എന്താണ് ആ പുസ്തകത്തിന്റെ പേര്? എലിമെന്ററി അസെപ്റ്റ് ഓഫ് പെസന്റ് ഇൻസർജൻസി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അപ്പൊ ഇതാണ് സാന്താൾ കലാപം. കൊള്ളപ്പലിശക്കാരുടെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനിരയായ സാന്താൾ ഗോത്ര ജനത നടത്തിയ കലാപമാണിത്. എന്ത്? സാന്താൾ കലാപം. ഈ സാന്താൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലോ ആലോചിക്കാം, നമ്മുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു സാന്താൾ വംശജയാണ് എന്നുള്ളതൊന്ന് ആലോചിക്കാം. അപ്പൊ പിന്നെ നമുക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരും. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ താമസിച്ചിരുന്ന ഗോത്ര വിഭാഗമാണ് സാന്താൾ. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? സിദ്ധുവും കാൻഹുവും. ഇനി സാന്താൾ ഗോത്ര കലാപത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എലിമെന്ററി അസെപ്റ്റ് ഓഫ് പെസന്റ് ഇൻസർജൻസിയുടെ രചയിതാവാണ് റാണാജിത്ത് ഗുഹ. പിന്നെ ഈ സാന്താൾ കലാപം എന്ന് പറയുന്നത് ഈ ഒരു സോഷ്യൽ സയൻസിൽ മാത്രമല്ല കേട്ടോ പഠിക്കാനുള്ളത്. അത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലായാലും എന്താണ് സാന്താൾ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ ഉണ്ട് പഠിക്കാനായിട്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സാന്താൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ലതുപോലെ നോക്കുക. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപത്തിനിറങ്ങിയ അധികാരം നഷ്ടപ്പെട്ട പ്രധാന നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരുമാണ്. എന്ത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപത്തിനിറങ്ങിയിട്ട് അധികാരം നഷ്ടപ്പെട്ട പ്രധാന രാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും. അതിൽ ഔദിൽ ആരായിരുന്നു എന്ന് അറിയോ? രാജാ ചേത് സിംഗ്. അതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. ഔദിലെ രാജാ ചേത് സിംഗ്, തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിലെ മരുത് പാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ. ചിന്നമ്മയല്ല കേട്ടോ, പലരും ചിന്നമ്മ എന്നാണ് പറയുന്നത്. ചിന്നമ്മയല്ല, ചെന്നമ്മയാണ്. ചെന്നമ്മ, കിട്ടൂർ ചെന്നമ്മ. തിരുവിതാംകൂറിലെ വേലുത്തമ്പി, കൊച്ചിയിലെ പാലിയത്തച്ഛൻ. ഇവരൊക്കെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപത്തിനിറങ്ങി അധികാരം നഷ്ടപ്പെട്ടവര്. ആരൊക്കെ? ഔദിലെ രാജാ ജയ്ത് സിംഗ്, തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിലെ മരുത് പാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചെന്നമ്മ, തിരുവിതാംകൂറിലെ വേലുത്തമ്പി, കൊച്ചിയിലെ പാലിയത്തച്ഛൻ. ഇനി നമുക്ക് ഇതിൽ ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരാളെ പറ്റി പഠിക്കണം. ആരാണ്? പഴശ്ശിരാജ. മലബാറിലെ പഴശ്ശിരാജ. പഴശ്ശി സമരങ്ങളെ പറ്റിയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെയാണ് അത് സെപ്പറേറ്റഡ് ആയിട്ട് ഈ ബാക്കിയുള്ള കലാപങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ചെറുത്തുനിൽപ്പുകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു എന്ത്? പഴശ്ശി സമരങ്ങൾ എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സമരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പഴശ്ശി സമരങ്ങൾ. പഴശ്ശി യുദ്ധത്തിനുണ്ടായ കാരണം എന്താന്ന് വെച്ചാലേ,
ഈ വടക്കേ മലബാറിൽ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാന് പഴശ്ശിരാജയുടെ അവകാശം ബ്രിട്ടീഷുകാർ തടഞ്ഞു. അതാണ് പഴശ്ശി യുദ്ധത്തിനുണ്ടായ പ്രധാന കാരണം എന്ന് പറഞ്ഞാല് വടക്കേ മലബാറില് കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള പഴശ്ശിയുടെ അവകാശത്തെ ആര് തടഞ്ഞു? ബ്രിട്ടീഷുകാർ തടഞ്ഞു. ഇത് പഴശ്ശി യുദ്ധത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. പിന്നെ വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. ഒളിപ്പോർ എന്താണെന്നറിയോ? ഒളിഞ്ഞിരുന്ന് യുദ്ധം ചെയ്യുക. അതായത് മറഞ്ഞു നിന്നുകൊണ്ട്, നേർക്ക് നേർ വരാതെ മറഞ്ഞു നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു യുദ്ധ സമ്പ്രദായമാണ് ഒളിപ്പോര് എന്ന് പറയുന്നത്. ആ ഒളിപ്പോര് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ പയറ്റിയിരുന്നു. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് ആര് നടത്തിയത്? പഴശ്ശിരാജ നടത്തിയത്. യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചവർ ആരൊക്കെയായിരുന്നു? തലക്കൽ ചന്തു, കൈതേരി അമ്പു. ഈ കൈതേരി അമ്പു പഴശ്ശിരാജയുടെ ഭാര്യയായ മാക്കം എന്ന് പറയുന്ന, പഴശ്ശിരാജയുടെ ഭാര്യയുടെ പേര് മാക്കം എന്നാണ്. ഈ മാക്കത്തിന്റെ സഹോദരനാണ് കൈതേരി അമ്പു കേട്ടോ. കൈതേരി അമ്പു എടച്ചന കുങ്കൻ. ഈ എടച്ചന കുങ്കനെ പഴശ്ശിരാജ എടുത്തു വളർത്തിയതാണ് എന്നാണ് പറയുന്നത്. എടച്ചന കുങ്കനായിരുന്നു പഴശ്ശിരാജയുടെ സൈന്യാധിപൻ. പിന്നെ എടച്ചന കുങ്കന് ശേഷം കൈതേരി അമ്പു ആണ് പിന്നീട് ആകെ ഉണ്ടായത്. പിന്നെ അത്തൻ ഗുരുക്കളുമായിരുന്നു പഴശ്ശിരാജയെ ഈ പറയുന്ന പഴശ്ശി യുദ്ധത്തിൽ സഹായിച്ചത്. പിന്നെ രണ്ടാം പഴശ്ശി യുദ്ധ സമയത്ത് മലബാർ സബ് കളക്ടർ ആയിരുന്നത് TS ബേബർ ആയിരുന്നു കേട്ടോ. ബാബർ അല്ല, ബേബർ. TS ബേബർ ആയിരുന്നു രണ്ടാം പഴശ്ശി യുദ്ധ സമയത്ത് മലബാർ സബ് കളക്ടർ ആയിരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പഴശ്ശിയെ പറ്റിയിട്ടുള്ള ഫാക്ട്സ്. അതായത് പഴശ്ശി യുദ്ധങ്ങളെ പറ്റി, സമരങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ചെറുത്തുനിൽപ്പുകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു പഴശ്ശി സമരങ്ങൾ. പഴശ്ശി യുദ്ധത്തിനുള്ള പ്രധാന കാരണം ശ്രദ്ധിക്കണേ. ഈ വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള പഴശ്ശിയുടെ അവകാശം തടഞ്ഞത്. ഈ കോട്ടയത്തിന് പകരം വേറെ പല നാടുകളും ചിലപ്പോൾ അവിടെ കൊടുത്തുന്നിരിക്കും. അതുകൊണ്ട് കോട്ടയം ആണെന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരും ശ്രദ്ധിക്കുക. ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. അതായത് സാധാരണ യുദ്ധമുറയല്ല ചെയ്തത്. യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചവരാണ് തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ ഒക്കെ. ഇനി രണ്ടാം പഴശ്ശി യുദ്ധ സമയത്ത് മലബാർ സബ് കളക്ടർ ആയിരുന്നത് TS ബേബർ ആയിരുന്നു. അടുത്തത് ആരാന്നറിയോ? വേലുത്തമ്പി ദളവയാണ്. ഈ വേലുത്തമ്പി ദളവേനെ അതിക്രൂരമായിട്ടാണ് ബ്രിട്ടീഷുകാർ വധിച്ചിരുന്നത് കേട്ടോ. അതായത് ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ അവരുടെ ഭരണ സംവിധാനങ്ങൾക്കൊക്കെ എതിരെ എതിർത്തതിന് നല്ലതുപോലെ വേലുത്തമ്പി ദളവ അദ്ദേഹം എതിർത്തിരുന്നു. അപ്പോ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തല വെട്ടിയെടുത്ത് പൊതുദർശനത്തിന് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ എന്നിട്ടും ബ്രിട്ടീഷുകാരുടെ കലി അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവർ അദ്ദേഹത്തിന്റെ തല വെട്ടിയെടുത്ത് നാടുകളിലൂടെ പൊതുദർശനത്തിന് വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയതായിരുന്നു വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ധവളയുടെ ഭരണത്തെ തടസ്സപ്പെടുത്തിയതാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ ധവളയെ പ്രേരിപ്പിച്ചത് എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ധവളയുടെ ഭരണത്തെ തടസ്സപ്പെടുത്തിയതാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ ധവളയെ പ്രേരിപ്പിക്കുകയുണ്ടായത്. പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവയെ സഹായിച്ച ഒരു വ്യക്തി ഉണ്ടാരെന്നറിയോ? കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ചൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവയെ സഹായിച്ചിരുന്നു. അതിന്റെ പേരിൽ പാലിയത്തച്ചനെ നാട് കടത്തുകയും ചെയ്തു കേട്ടോ ബ്രിട്ടീഷുകാർ. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കുണ്ടറയിൽ വെച്ചിട്ട് വേലുത്തമ്പി നടത്തിയ ആഹ്വാനമാണ് പ്രശസ്തമായ കുണ്ടറ വിളംബരം. കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കേൾക്കണമായിരുന്നു. കാരണം കേട്ടിട്ടുണ്ടാവണം, നിർബന്ധമാണ്. PSC പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ കൊളച്ചിൽ യുദ്ധവും ഈ കുണ്ടറ വിളംബരവും ഒക്കെ എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കുണ്ടറയിൽ വെച്ച് വേലുത്തമ്പി നടത്തിയ ആഹ്വാനമാണ് കുണ്ടറ വിളംബരം. അതിന്റെ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1809 കുണ്ടറ വിളംബരം നടന്നത്. എന്നാണ്? 1809 കുണ്ടറ വിളംബരം നടന്നു. ഇതാണ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയതായിരുന്നു വേലുത്തമ്പി ദളവ. ഈ വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിലെ ധവളയായിരുന്നു കേട്ടോ.
അപ്പോ അദ്ദേഹം പിന്നീട് ഈ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു ചൂഷണത്തിനും ഇതിനൊക്കെ എതിരായിട്ട് തിരികെയാണ് ചെയ്തത്. പിന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ധവളയുടെ ഭരണത്തെ തടസ്സപ്പെടുത്തിയതാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ ധവളയെ പ്രേരിപ്പിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവയെ സഹായിച്ചത് ആരായിരുന്നു? കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛനായിരുന്നു. പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ കുണ്ടറയിൽ വെച്ച് വേലുത്തമ്പി നടത്തിയ ആഹ്വാനമാണ് എന്ത്? കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 നടന്നത്. അടുത്ത നമുക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരം നോക്കാം. ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നത് 1857 സ്വാതന്ത്ര്യ സമരമാണ്. ഇതില് നേതൃത്വം നയിച്ചവരാണ് 1857 സമരത്തിന് നേതൃത്വം നൽകിയവരാണ് ഇന്ത്യൻ സൈനികർ. ഇന്ത്യൻ സൈനികരെ അന്ന്, അതായത് ഈ ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിൽ ചേരുന്നവരെ ശിപ്പായിമാരെന്നായിരുന്നു പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ വംശജർ തന്നെ ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേരുന്നതിനാൽ, അതായത് ബ്രിട്ടീഷിന്റെ സൈഡ് ആയിരിക്കും അവര്, അതുകൊണ്ട് അവരെ പറയുന്നതായിരുന്നു ശിപ്പായിമാരെന്ന്. പിന്നെ ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ നാട്ടുരാജാക്കന്മാരുമായിരുന്നു 1857 സമരത്തിന് നേതൃത്വം നൽകിയവര്. അപ്പൊ ഈ രണ്ട് കൂട്ടരാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇതിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആരംഭത്തിനുള്ള കാരണങ്ങൾ എന്താന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അതിന്റെ കാരണങ്ങളാണ്: ശിപ്പായികൾക്ക് നൽകിയിരുന്ന എൻഫീൽഡ് തോക്കുകളിലെ തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്ന വാർത്ത പ്രചരിപ്പിച്ചത് എന്നായിരുന്നു. അതായത് ബ്രിട്ടീഷുകാർ ആദ്യം അതൊരു പ്രചരണം എന്നുള്ള നിലയ്ക്കായിരുന്നു കൊടുത്തിരുന്നത്. അതായത് ഒരു ഊഹാപോഹം മാത്രമായിരുന്നു. അതായത് ഈ പറയുന്ന എൻഫീൽഡ് തോക്കുകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. പിന്നെ അത് തെളിയുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അവർ ഉപയോഗിച്ചിരുന്നു. അതായത് ഇവിടെ ഒരു കലാപം സൃഷ്ടിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെയാണ് അന്ന് ബ്രിട്ടീഷുകാർ അത് ചെയ്തത്. പിന്നെ ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് കൊണ്ടാണെന്ന വാർത്ത പരന്നത്. അതും ശരി തന്നെയാണ്. അതായത് ശിപ്പായിമാർക്ക് കൊടുത്തിരുന്ന റൊട്ടിയിൽ എല്ലുപൊടി ചേർത്ത ഗോതമ്പായിരുന്നു. ഇതൊക്കെയായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആരംഭത്തിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം കണ്ടുപിടിച്ചത് മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന ഒരു ശിപ്പായി ആയിരുന്നു. അതായത് ശിപ്പായികൾക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത് ആരാണ്? ഈ മംഗൾ പാണ്ഡെ ആയിരുന്നു. മംഗൾ പാണ്ഡെ പിന്നെ ബ്രിട്ടീഷുകാർ വധിക്കുകയാണ് ചെയ്തത് കേട്ടോ. സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ച സ്ഥലമാണ് മീററ്റ്. എവിടെ? സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപം ആരംഭിച്ച സ്ഥലം മീററ്റാണ്. ഇനി കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ഭരണാധികാരിയായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ. ഇതിന്റെ തമാശ രൂപത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ബഹദൂർ ഷാ രണ്ടാമൻ വെറുതെ അവിടെ ഇരിക്കുകയായിരുന്നു. അതായത് ആർക്കും ഒരു ദോഷവും ചെയ്യാതെ അവിടെ ഇരിക്കുകയായിരുന്നു. ഈ ശിപ്പായിമാര് ചെന്ന് കണ്ട്, ഇനി മുതൽ താങ്കളാണ് ഞങ്ങളുടെ രാജാവ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒപ്പം നിൽക്കണം, ഞങ്ങളുടെ രാജാവായിട്ട് ഞങ്ങളുടെ മുന്നിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിച്ച് ലാസ്റ്റ് എന്തായി? ബഹദൂർ ഷാ രണ്ടാമന് നാട് വിടേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. അതായത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ഭരണാധികാരിയായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ സഫറിനെ, അതായത് ബഹദൂർ ഷാ രണ്ടാമന്റെ ഫുൾ നെയിം ആണ് കേട്ടോ ഇത്, ബഹദൂർ ഷാ സഫർ എന്നുള്ളത്. അതാണ് ഞാൻ രണ്ടാമതായിട്ട് അത് കൊടുത്തത്. അതായത് ഇടയ്ക്ക് ഓപ്ഷൻസിൽ ബഹദൂർ ഷാ രണ്ടാമൻ എന്നും ബഹദൂർ ഷാ സഫർ എന്നും വരലുണ്ട്. അപ്പോ രണ്ടും ഒരാളാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയ സ്ഥലമാണ് റംഗൂൺ. റംഗൂണിലേക്കാണ് ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത്. ബഹദൂർ ഷായെ ഷാഹിൻഷായ ഹിന്ദുസ്ഥാൻ, അതായത് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ശിപ്പായിമാരായിരുന്നു കേട്ടോ. ആര്? ബഹദൂർ ഷായെ ഷാഹിൻഷായ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചത്, ഇന്ത്യയുടെ ചക്രവർത്തി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചത് ഈ ശിപ്പായിമാരായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ നാടിന്റെ മോചനത്തിനായുള്ള ആദ്യ ബഹുജന സമരമായിരുന്നു 1857 സമരം എന്ന് പറയുന്നത്.
ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ നാടിന്റെ മോചനത്തിനായുള്ള ആദ്യ ബഹുജന സമരമായിട്ട് കണക്കാക്കപ്പെടുന്നത് 1857 സമരമാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ അനന്തര ഫലം എന്തായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവിടെ അങ്ങോട്ട് അവസാനിച്ചു. അതായത് ഇവിടെ ഈ ഭാഗ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ എന്താ, ബ്രിട്ടീഷ് റാണി, അതായത് എന്താണ്, റാണി എലിസബത്ത് രാജ്ഞിയാണ്. എലിസബത്ത് രാജ്ഞി എന്താ ചെയ്തത്, എന്താണ്, നിർത്തി പോരാൻ പറഞ്ഞു, മതിയാക്കിക്കോളാൻ പറഞ്ഞു. പിന്നെ റാണിയായിരുന്നു, നേരിട്ടുള്ള ഭരണമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ആദ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചിരുന്നത്. ലാസ്റ്റ് ഈ ഒരു സംഭവം കഴിഞ്ഞതോടുകൂടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും റാണി നേരിട്ട് ഇവിടുത്തെ ഭരണം ഏറ്റെടുക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ ഇടയായ വിളംബരമായിരുന്നു 1858 വിളംബരം. പക്ഷെ യുദ്ധം നടന്നത് സമരം നടന്നത് 1857 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചത് ഒരു വർഷത്തിന് ശേഷമാണ്, 1858 ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകാൻ ഇടയായ വിളംബരമായിരുന്നു ഈ 1858 വിളംബരം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകാൻ ഇടയായ വിളംബരമാണ് 1858 വിളംബരം. അടുത്തത് സ്ഥാപനങ്ങളും നേതൃത്വം നൽകിയവർ, സ്ഥലങ്ങളും നേതൃത്വം നൽകിയവരാണ്. അതിൽ ഈ കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബും താദിയ തോപ്പാണ് കേട്ടോ. ചിലർ താദിയ തോപ്പി എന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. താദിയ തോപ്പി അല്ല, താദിയ തോപ്പാണ് കേട്ടോ. കാൺപൂരിൽ എന്താണ് നേതൃത്വം നൽകിയവരായിരുന്നു. ഇത് എസ്പെഷ്യലി ദത്തവകാശത്തിനെതിരെ പോരാടിയവരാണ് കേട്ടോ ഇവര്. സ്ഥലങ്ങളും നേതൃത്വം നൽകിയവരും കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാൺപൂരിൽ നേതൃത്വം നൽകിയവരാണ് നാനാ സാഹിബും താദിയ തോപ്പും. ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി, അതായത് ഝാൻസി റാണി, ഒന്നിലെ ഝാൻസി റാണി എന്നായിരിക്കും ഓപ്ഷനിൽ, അല്ലെങ്കിൽ റാണി ലക്ഷ്മിബായി എന്നായിരിക്കും. രണ്ടും ഒരാൾ തന്നെയാണ്. ലക്നൌവില് ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള, ആരയില് കൺവർ സിംഗ്. ഈ ഒരു 5 പേരെ നിർബന്ധമായിട്ടും ബൈഹാർട്ട് ആക്കുക തന്നെ വേണം കേട്ടോ. ഇവരിടയ്ക്കിടയ്ക്ക് ഈ ഓപ്ഷനിൽ കയറി വരലുണ്ട്. കാൺപൂരിലാണെങ്കിൽ നാനാ സാഹിബും താദിയ തോപ്പും, ഝാൻസിയിലാണെങ്കിൽ റാണി ലക്ഷ്മിബായി, ലക്നൌവിലാണെങ്കിൽ ബീഗം ഹസ്രത് മഹൽ, ഫൈസാബാദിലാണെങ്കിൽ മൗലവി അഹമ്മദുള്ള, ആരയിലാണെങ്കിൽ കൺവർ സിംഗ്. ഇതോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ ഇവിടെ തീർന്നിട്ടുണ്ട്. ഏത് ഇപ്പൊ പഠിച്ച ചാപ്റ്റർ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോ അതിന് മുന്നത്തെ രണ്ടാമത്തെ ചാപ്റ്ററും നമ്മൾ നോക്കി, ഏത് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിർബന്ധമായിട്ട് നോക്കേണ്ടിയിരിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. കാരണം ഇവരൊക്കെ എന്തൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്നത്, എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെ ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഏതൊക്കെ കർഷകർ ഇതിന്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ പലതും ഈ 2 ചാപ്റ്റേഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് പുറമെ അതിന്റെ പിന്നിലുള്ള കഥകളും അത് ഓരോരുത്തർ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും അതെല്ലാം പറഞ്ഞു തന്നിട്ട്, എസ്പെഷ്യലി നിങ്ങൾ ആ പ്ലാസി യുദ്ധം നല്ലതുപോലെ നോക്കുക. അതൊരു ഫാൻസി സീക്വൻസിലാണ് അതിന്റെ വർഷവും 1757. ഞാൻ പറഞ്ഞല്ലോ 2 ഏടുകൾക്കിടയിൽ ഒരു 5 കിടക്കുന്ന രീതിയിലാണ് പ്ലാസി യുദ്ധം ഇല്ല. അതിന്റെ പിന്നിലുള്ള കഥയെ ഞാൻ പറഞ്ഞു തന്നു. അതായത് എന്തായിരുന്നു, സിറാജുദ്ദൗളനെ അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ മിർജാഫർ ചതിക്കുകയും മിർജാഫറിനെ അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ മിർ ഖാസിം ചതിക്കുകയും, ഇതെല്ലാം ചെയ്തത് ആരാണ്? റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഗവർണറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത് നവാബ് മേക്കർ എന്നാണ്. പിന്നെ ഈ മിർജാഫറിന് ഒരു വിശേഷണമുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഒന്നുകൂടി പറയുന്നത്. മിർജാഫറിന്റെ വിശേഷണമാണ് റോബർട്ട് ക്ലൈവിന്റെ കുറുക്കൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മിർജാഫർ ആണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ നോക്കുക കേട്ടോ. എക്സ്ക്യൂസ് മീ, ഒരു ചാറ്റ് വന്നിട്ടുണ്ട്, എന്താ നോക്കട്ടെ. ഓക്കെ, താങ്ക് യു. ആടാ, റിപ്പീറ്റേഷൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം റിപ്പീറ്റഡ് അടിച്ച് പറയലുള്ളൂ. കാരണം അത് റിപ്പീറ്റഡ് അടിക്കുമ്പോൾ
എന്താണ് നമ്മുടെ ഇതിന്ന് പോകില്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് എപ്പോഴും ഒരു ടിപ്പ് പറഞ്ഞു തരലുണ്ട്, എല്ലാ ക്ലാസ്സിലും മിക്ക ക്ലാസ്സുകളിലും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ, അതായത് ക്യാപ്സ്യൂൾ പോയിന്റ്സ് ഒക്കെയാണ് എസ്പെഷ്യലി വായിക്കുകയെങ്കിൽ 3 തവണ അത് വായിക്കുക, 2 തവണ അത് കാണാതെ പറയാൻ ശ്രമിക്കുക, 1 തവണ അത് പേപ്പറിൽ എഴുതുക. നിങ്ങൾക്ക് അത്രയ്ക്ക് എന്താണ് ഓർത്ത് വെക്കാൻ പറ്റാത്ത എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മൈൻഡിൽ നിന്ന് പോകില്ല, അത് തറവായിട്ട് നിൽക്കും. എന്ന് വെച്ചാൽ ഒരുപാട് വലിയ വലിയ സെന്റൻസുകൾ എഴുതി വെച്ചിട്ട് സമയം കളയണമെന്നല്ല പറഞ്ഞ, ക്യാപ്സ്യൂൾ പോയിന്റ്സ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും മറക്കൂല. ഇത് സയന്റിഫിക്കലി തെളിയിക്കപ്പെട്ട ഒരു മെത്തേഡാണ് കേട്ടോ. അതായത് 3 തവണ ഒരു കാര്യം വായിക്കുക, 2 തവണ അത് പറഞ്ഞ്, അതായത് മനസ്സിൽ പറഞ്ഞു നോക്കുക കാണാതെ, 1 തവണ അത് എഴുതുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ജന്മത്ത് ഏത് ഉറക്കത്തിലാണെങ്കിലും വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന് ഉത്തരം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വെച്ച് കാണാം. പഠിച്ച കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ഇതിന്റെ PDF ഷെയർ ചെയ്ത് തരും. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി വായിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പിടികിട്ടും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എന്താണ് ഡോറയുടെ ട്രാവലിന് പോകുന്ന സമയത്ത്, അതായത് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഡോറ സന്ദർശിക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുമല്ലോ, ശ്രമിച്ചാൽ വിജയം നമുക്ക്, ശ്രമിച്ചാൽ വിജയം നമുക്ക്. അതേപോലെ തന്നെ നമുക്ക് ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചാൽ ചിലപ്പോൾ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചാലോ, അല്ലേ? അപ്പോ LDCക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. നന്മ വരട്ടെ. താങ്ക് യു.